به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم السلام بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. قيل للنبي صلى الله عليه وسلم يا رسول الله من أولياء الله؟ قال الذين إذا رؤوا ذكر الله الذين إذا ذكروا ذكر الله. صدق شفيعنا رسول الله صلى الله عليه وسلم. ألم تر أن الله أرسل عبده ببرهانه والله أعلى وأمجد أغروا عليه للنبوة خاتم من الله مشهود يلوح ويشهد وضم الإله اسم النبي وضم الإله اسم النبي مع اسمه إذا قال في الخمس المؤذين أشهد وشق له من اسمه ليجله فذو العرش محمود وهذا محمد. اللهم صل وسلم وبارك عليه. ബഹുമാന്യരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശറഹ് അതിലെ ആദ്യ ഭാഗത്ത് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ, അതുല്യമായ സ്ഥാനമാനങ്ങൾ, അതിൽ വളരെ ബൃഹത്തായ രണ്ടെണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചുരുങ്ങിയ രീതിയിൽ നാം പഠിച്ചു പറഞ്ഞു. അതു സംബന്ധിയായി ഇനിയും പഠിക്കാനും വിശദീകരിക്കാനും ഉണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകൾ പറയുമ്പോൾ അങ്ങനെയാണ്. നമ്മളെവിടെ പറഞ്ഞു വച്ചാലും ഇനിയും ഒരുപാട് പറയാൻ ബാക്കി അതിലുണ്ടാകും. തഫ്സീറുകളായ തഫ്സീറുകൾ മുഴുവനും പരതുമ്പോൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കമാലിയത്ത്, അവിടുത്തെ പൂർണ്ണത ലോകത്തെ പഠിപ്പിച്ചത് പ്രധാനമായും അവിടുത്തെ ജമാലിയത്തും ജലാലിയത്തും വിശദമാക്കിക്കൊണ്ടാണ്. അവിടുത്തെ ബാഹ്യവും ആന്തരികവുമായ സൗന്ദര്യം അതായിരുന്നു അലം നശ്റഹ് ലക സുദ്റക് എന്ന വചനത്തിലൂടെ ലോകത്തെ ഉണർത്തിയത്. അവിടുത്തെ മനസ്സ് നാം വിശാലമാക്കി തന്നു എന്നുള്ള വലിയ അനുഗ്രഹം അതിലേക്ക് ചേർത്തിക്കൊണ്ട് അവിടുത്തെ ജലാലിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ അവിടുത്തെ ജീവിത പരിശുദ്ധി, വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ളഹ്റക്, അല്ലാഹു അവിടുത്തേക്ക് നൽകിയ സുരക്ഷിതത്വം മറ്റാരിലും കാണാത്ത രൂപത്തിലുള്ള ആ വ്യക്തിവിശുദ്ധി അത് വളരെ വലുതാണ്. അതിനോടൊപ്പം ചേർത്തി അവിടുത്തെ ഏറ്റവും വലിയ സ്ഥാനം അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ആയത്തുകളുടെ തമ്മിലുള്ള ബന്ധങ്ങൾ വിശദീകരിച്ച തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും, ജമാലിയത്തും ജലാലിയത്തും തമ്മിൽ പഠിപ്പിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്മലുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും പൂർണ്ണത പ്രാപിച്ച മഹാൻ എന്നല്ലാഹു അവിടുത്തെ മഹത്വം നമുക്ക് പഠിപ്പിച്ചപ്പോൾ അതോടൊപ്പം അവിടുത്തെ സ്ഥാനം അതുകൂടി പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു നമ്മെ ഉണർത്തി. വറഫഅനാ ലക ദിക്റക്, വറഫഅന, നാം ഉയർത്തിയിരിക്കുന്നു. അവിടെ ആദ്യം മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ഒരു പാഠം, അല്ലാഹു അവൻ്റെ അജയ്യമായ ഖുദ്റത്ത് കൊണ്ട്, അല്ലാഹു അവൻ്റെ മഹത്വം കൊണ്ട് ഉയർത്തി. ലക, തങ്ങൾക്ക് മാത്രം പ്രത്യേകമായി നാം ഉയർത്തിയിരിക്കുന്നു ദിക്റക്, അവിടുത്തെ പ്രശസ്തി. എല്ലാവരിലും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ജിന്നുകളിലും സർവ സൃഷ്ടികളിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം നാം ഉയർത്തിയിരിക്കുന്നു. ഇവിടെയും ഒരു പ്രത്യേക ഒരു സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്. മറ്റാർക്കും ഉയർത്തിയതുപോലെയല്ല, മറ്റു നബിമാർക്കൊന്നും നൽകിയ ഉയർച്ച പോലെയല്ല. വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ പേരും പെരുമയും അങ്ങയുടെ സ്വഭാവ ഗുണങ്ങളും വിശേഷങ്ങളും ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള വിശേഷണങ്ങൾ, ഹത്താ മാ കാനത്തു ശുഹ്റതുക ഇൻദ ഖൗമിക ഖബ്ല അൻ-നുബുവ്വതി ഇല്ലൽ അമീൻ, നുബുവത്തിന്റെ മുമ്പ് അല്ലാഹു നൽകിയ വലിയ പേരും പെരുമയുമാണ് തങ്ങളുടെ പ്രസിദ്ധി അൽ അമീൻ എന്നായിരുന്നല്ലോ. അന്നത്തെ ആളുകൾ എന്തെങ്കിലും ഒരു പരിശുദ്ധമായ വിഷയങ്ങൾക്ക് ഉദാഹരണമായി അവർ നികത്തിയിരുന്നത് അങ്ങയുടെ സ്വഭാവങ്ങളെയായിരുന്നു. ഏതെങ്കിലും ആളുകളോട് ഉണ്ടാകാൻ താല്പര്യമുള്ള ഗുണങ്ങൾ അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങയുടെ ഔസാഫുകൾ, വിശേഷണങ്ങളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് നൽകിയ ആ വലിയ പ്രകീർത്തനം അത് വലിയ ബഹുമാനമാണ്. ഏറ്റവും വലിയ ബഹുമാനം എന്ന അർത്ഥത്തിൽ അവിടുത്തെ ദിക്ർ, പ്രസിദ്ധിയും പേരും പെരുമയും എക്കാലത്തും ഉയർന്നുകൊണ്ടിരിക്കും.
അല്ലാഹു തആല ഉയർത്തിയതായതുകൊണ്ട് അതിനെ താഴ്ത്താൻ ആർക്കും കഴിയില്ല. മുഅ്മിനുകൾ ബാക്കി നിൽക്കുന്ന കാലത്തോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശസ്തി ഇവിടെ ഉയർന്നുകൊണ്ടേയിരിക്കും. ഓരോ കാലവും അത് കൂടി വരികയാണ്. മറ്റും ഖുർആൻ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നൊരു പ്രധാനപ്പെട്ട പാഠം അതാണ്. അതെന്നും ലോകത്ത് ഉയർന്നു കാണുന്ന രൂപത്തിലാണുള്ളത്. അതിൻ്റെ ആദ്യത്തെ വിശദീകരണം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഈ ആയത്തിൻ്റെ തഫ്സീർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, വറഫഅനാ ലക ദിക്റക് എന്നതിൻ്റെ തഫ്സീർ എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയ വിശദീകരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇദാ ദുകിർതു ദുകിർത മഈ, എന്നെ പറയപ്പെട്ടാൽ കൂടെ തങ്ങളെയും പറയപ്പെടും. എന്നെ ഓർമ്മിക്കുമ്പോൾ കൂടെ തങ്ങളെയും ഓർമ്മിക്കും. എന്നെ പ്രകീർത്തിക്കുമ്പോൾ അതിനോടൊപ്പം തങ്ങളെയും പ്രകീർത്തിക്കും. ഇത് എല്ലാ തലങ്ങളിലും നാം കാണുന്ന വലിയ ഒരു തങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രശസ്തിയാണ്. ഇതെപ്പോഴും ഈ രൂപത്തിൽ മഹാന്മാരായ മറ്റു നബിമാർക്കില്ല. അവരുടെ ഹയാത്ത് കാലത്ത് ഒരുപക്ഷെ അങ്ങനെ പേരും പ്രശസ്തിയുമൊക്കെ അല്ലാഹു തആല നിറച്ചു നൽകിയിട്ടുണ്ടാകും. എന്നാൽ അന്നും ഇന്നും എന്നും ഒരേ രൂപത്തിൽ അല്ലാഹുവെ പറയപ്പെടുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെ പറയണം, അല്ലാതിരിക്കാൻ കഴിയൂല. സ്വലാത്തിലും നമ്മൾ കണ്ടില്ലേ, രണ്ടും ഉണ്ടല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആലാന്റെ ഇസ്മു പറയുമ്പോൾ കൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മും പറയണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒന്നുകൂടി വിശദമായി പറഞ്ഞു, ഇത് ഉദ്ദേശിക്കുന്നത് വാങ്കും ഇഖാമത്തും അത്തഹിയ്യാത്തും ഖുതുബയും തുടങ്ങിയുള്ള എല്ലാ കർമ്മങ്ങളിലും അങ്ങനെയാണ്. പ്രാർത്ഥന അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ദുആ ഇരക്കുമ്പോൾ എത്ര വലിയ ദുആ ഇരക്കുകയാണെങ്കിലും അതിന് മുന്നോടിയായി അള്ളാഹുവിനെ സ്തുതിക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തും ചൊല്ലണം. മദീനത്തെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന ഒരാള് വലിയ പ്രാർത്ഥന നടത്തി, ഹംദുല്ല സ്വലാത്തുല്ല. ആ പ്രാർത്ഥനയെ പറ്റി തങ്ങൾ പറഞ്ഞു, അജിലഹാദ അജിലഹാദ, ഇയാൾക്ക് തിരക്കേറി, വേണ്ടതുപോലെ പരിഗണിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല, ബിസിയായിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ദുആരുന്നത്. ആ ദുആ കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോയി മറ്റൊരാൾ വന്ന് നിസ്കരിച്ചു. 2 റക്അത്ത് നിസ്കരിച്ച് കൈ ഉയർത്തിയിട്ട് ദുആരുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദ് ചൊല്ലി. പിന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ സ്വലാത്തും ചൊല്ലി ദുആർക്കുമ്പോൾ ആ ദുആ കേട്ടുകൊണ്ടിരിക്കുന്ന തങ്ങൾ പറഞ്ഞു, സൽ, നിങ്ങൾ എന്തും ചോദിച്ചോളൂ, തുഅത, നിങ്ങൾക്കത് നൽകപ്പെടും. കാരണം നിങ്ങൾ ഹംദും സ്വലാത്തും അള്ളാഹുവിന് സ്തുതിയും എനിക്ക് സ്വലാത്തും ചൊല്ലിയിട്ടാ ദുആർക്കുന്നത്. ആ ദുആ വെറുതെയാകൂല. അപ്പൊ ഖുതുബയിൽ തുടക്കത്തിൽ ഹംദും സ്വലാത്തും ഉണ്ട്. അതിനുശേഷമാണ് അവസാനം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് പ്രാർത്ഥന നടക്കുന്നത്. നിസ്കാരത്തിലും അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു എന്ന് പറയുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന് അഭിവാദ്യം അർപ്പിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തും സലാമും സമർപ്പിക്കും. അത് രണ്ടും കഴിഞ്ഞിട്ടാണല്ലോ അല്ലാഹുമ്മ ഗ്ഫിർ ലി തൊട്ട് തുടങ്ങുന്ന പ്രാർത്ഥനകൾ നിർവഹിക്കുന്നത്. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും അർഹിക്കും വിധം ആ ഒരു ബഹുമാനം ഉണ്ട് എന്നു മാത്രമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു പറഞ്ഞു, വലൗ അന്ന അബ്ദൻ അബദല്ലാഹ വസദ്ദഖഹു ഫീ കുല്ലി ഷൈ, ഒരു അടിമ അല്ലാഹുവിനെ ആരാധന അർപ്പിച്ചു, എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിനെ അംഗീകരിച്ചു, വലം യശ്ഹദ് അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് സാക്ഷ്യപ്പെടുത്തിയില്ല. ലം യന്തഫിഉ ബിശൈഇൻ വകാന കാഫിറ, അവന് ഒരു ഉപകാരവും ഇല്ല, അവൻ സത്യനിഷേധിയായി തീരുകയും ചെയ്യും. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാതെ വിശ്വാസത്തിന് പൂർണ്ണത ലഭിക്കുകയില്ല. എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ അംഗീകരിച്ചൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ അവനൊരു ഉപകാരവും ഇല്ല, ഒരു ഉപകാരവും അവൻ ചെയ്തിട്ടില്ല. ഇത് പറയാനുള്ള കാരണം വിശ്വാസരംഗത്തും ഇതാ അത് നിലനിൽക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു പ്രശസ്തി അള്ളാഹു ഉയർത്തിത്തന്നത് ഈ ഉമ്മത്തിന് മാത്രം അല്ല, കഴിഞ്ഞകാല സമുദായങ്ങൾക്ക് മുഴുവനും അള്ളാഹു അങ്ങനെ നൽകിയിട്ടുണ്ട്. കാരണം ഓരോ കാലഘട്ടത്തിലെയും നബിമാർ അവരുടെ സമൂഹത്തിന് പകർന്നു നൽകിയ ഏറ്റവും വലിയ വിശ്വാസം, ഓ ജനങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് മുഴുവനും സയ്യിദായി, മുഴുവൻ ലോകത്തിനും നേതാവായി, ഞങ്ങൾക്കെല്ലാവർക്കും നേതാവായി അവസാനം അള്ളാഹു കൊണ്ടുവരുന്നൊരു നബിയുണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ നിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും വേണം. ഇതിനാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളിൽ നിന്നൊരു സ്പെഷ്യൽ കരാറ് വാങ്ങിയത്. അതേ, ഇത് വിശദീകരിച്ചിടത്ത് ഇമാം ബഗ്വി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, റഫഅല്ലാഹു ദിക്റഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശസ്തി അല്ലാഹു ഉയർത്തി, ബിഅഖ്ദി മീസാഖിഹി അലൻ നബിയീൻ, നബിമാരോട് അല്ലാഹു തആല ഉടമ്പടി സ്വീകരിച്ചുകൊണ്ട്, വഇൽസാമിഹിം അൽ ഈമാന ബിഹി, നബിമാർക്ക് അല്ലാഹു നിർബന്ധമാക്കി നബിയെ കൊണ്ട് വിശ്വസിക്കണം, വൽ ഇഖ്റാരി ബിഫദ്ലിഹി, നബി തങ്ങളുടെ മഹത്വം അംഗീകരിക്കണം. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, എല്ലാ നബിമാരോടും കരാറ് വാങ്ങിയ സന്ദർഭം, ഉടമ്പടി വാങ്ങിയ സന്ദർഭം, നിങ്ങൾക്കൊക്കെ കിതാബും ഹിക്മത്തും തന്നു. സുമ്മ ജാഅകും റസൂൽ, പിന്നെ നിങ്ങൾക്ക് റസൂല് വന്നു, കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു റസൂല് വന്നു. മുസദ്ദിഖുൽ ലിമാ മഅകും, ആ റസൂല് വരും, നിങ്ങളോടൊപ്പമുള്ള കിതാബും ഹിക്മത്തും അംഗീകരിക്കുന്ന ഒരു റസൂല് വരുമ്പോ, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, നിങ്ങൾ ആ നബിയെ വിശ്വസിക്കണം, ആ നബിയെ സഹായിക്കണം. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, അഖറർതും വഅഖദതും അലാ ദാലികും മിസ്രി, ഇത് അംഗീകരിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ, നിങ്ങൾ റെഡിയാണോ, നിങ്ങളെല്ലാവരും ഇതിന് ഒരുക്കമാണോ? അമ്പിയാക്കൾ ഏക സ്വരത്തിൽ പറഞ്ഞു, ഖാലൂ അഖറർന, നമ്മൾ അംഗീകരിച്ചു, സമ്മതിച്ചു. ഒരു ഇഖ്റാറ്, ഒരംഗീകാരം മുഴുവൻ നബിമാരിൽ നിന്നും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. ആരെ അംഗീകരിക്കാനാണ്? 1,24,000 പരം നബിമാരോട് അള്ളാഹു പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാനാണ്. അവിടുത്തെ ഗുണവിശേഷണങ്ങൾ ഉമ്മത്തിന് പഠിപ്പിക്കാനാണ്. അംഗീകാരം എല്ലാവരും അർപ്പിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, ഫഷ്ഹദു വഅന മഅകും മിനശ്ശാഹിദീൻ, നിങ്ങൾ സാക്ഷിയായി കൊള്ളുവീൻ, ഞാൻ നിങ്ങളോടൊപ്പം സാക്ഷികളിൽ പെട്ട ആളാണ്. അപ്പൊ അല്ലാഹു തആല അവരെ സാക്ഷിയാക്കി, അല്ലാഹും അതിന് സാക്ഷിയായി. ഇത് ചെറിയ കാര്യമല്ല. നബിമാരോടൊക്കെ അല്ലാഹു തആല ഉടമ്പടി വാങ്ങി, എല്ലാ നബിമാരും അത് അംഗീകരിച്ചു. അതൊരു വാക്കുകൊണ്ട് അവരങ്ങനെ അംഗീകരിച്ചു എന്നതല്ല. ഹാഫിൽ ഇബ്നു കസീർ പറഞ്ഞു, പ്രവർത്തി പദത്തിൽ തന്നെ അംഗീകാരം ഉണ്ടായിട്ടുണ്ട്. എല്ലാ നബിമാരും പ്രവർത്തനത്തിൽ അത് അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. എപ്പോൾ, എവിടെ? അതാണ് ഇബ്നു കസീർ പറയുന്നത്, ഇസ്രാഇന്റെ രാത്രിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സർവ അംബിയായിനെയും അല്ലാഹു തആല ബൈത്തുൽ മഖ്ദിസിൽ ഒരുമിച്ച് കൂട്ടി. അത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാൻ, നേരത്തെ കരാറ് പാലിച്ചത് അതൊന്ന് നടപ്പിലാക്കാനും അതവരൊന്ന് അനുഭവിക്കാനും വേണ്ടി അള്ളാഹു ഒരുമിച്ച് കൂട്ടിയതാണ്. മുഴുവൻ നബിമാരെയും ഒരുമിച്ച് കൂട്ടി. മെയിൻ വാതിലിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു എന്നപ്പോൾ അവർ ഹൃദ്യമായി സ്വീകരിച്ചു. എല്ലാവരും കൂടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, തഖദ്ദം ഫസല്ലി ബിഹിം റക്അതൈൻ. ലോകത്തെ ഏറ്റവും വലിയ അംഗീകാരം, ഒന്ന് മുന്നോട്ട് നിന്ന് 2 റക്അത്ത് നിസ്കരിക്കൂ നബിയെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനാണോ നിസ്കരിക്കേണ്ടത്? എല്ലാ നബിമാരും തങ്ങളെ മുന്തിക്കുകയാണ്. വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖ്ദീമ മഖ്ദൂമിൻ അലാ ഖദമി. ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, മഖ്ദൂം വരുമ്പോൾ ഖാദിമുകൾ മുൻഗണന കൊടുക്കും പോലെ ലോകത്തുള്ള സർവ്വ അംബിയാ മുർസലുകളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്തിച്ചു. തങ്ങൾ മുന്നോട്ട് നിന്ന് 2 റക്അത്ത് ഇമാമായി നിസ്കരിച്ചു. ഇത് വലിയ അംഗീകാരമാണ്. ഇമാമിനെയല്ലേ അംഗീകരിക്കുന്നത്? എല്ലാവരും മഅ്മൂമുകളായി അവിടുത്തെ പിന്നിൽ അണിനിരന്ന് 2 റക്അത്ത് നിസ്കരിച്ചു, വിശ്വസിച്ചു, സഹായിച്ചു എന്ന് എല്ലാവരിൽ നിന്നും അല്ലാഹു തആല വാങ്ങിയ ആ ഉടമ്പടി അവരെല്ലാവരും കൂടി നടപ്പിലാക്കി. ഈ വലിയ ഒരു ഉയർച്ച, ഈ വലിയ ഒരു പ്രശസ്തി, വലിയ ഒരു ഷറഫ്, ശ്രേഷ്ഠത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സ്വന്തമാണ്. നമ്മളത് മനസ്സിലാക്കിയാൽ എല്ലായിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശസ്തി അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഉയർത്തിയിട്ടുണ്ട്. അതേ, ഫലൈസ ഖതീബുൻ വലാ മുതശഹിദുൻ. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഖുതുബ ഓതുന്നവനും അത്തഹിയ്യാത്ത് ഓതുന്നവനും നിസ്കരിക്കുന്ന ആളും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളെ വിളിക്കാതെ പറയാതെ നിസ്കാരവും ഖുതുബയും ശരിയാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. ളഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ അങ്ങനെ കാണാം. അതേ, അല്ലാഹുവിനെ പറയുന്നിടത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറയണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രശസ്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഉയർച്ചയാണ്. ഇതുകൊണ്ടാണ് ലോകമെമ്പാടും വാങ്കുലി മുഴങ്ങുന്ന നേരത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതും അതാണ്. വളമ്മല്ലിലാഹു ഉസ്മൻ നബിയ്യി മഅസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അഷ്ഹദു. 5 നേരം വാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ എത്ര കാലമായി സഹോദരങ്ങളെ വാങ്കുലി മുഴങ്ങുന്നത്, എല്ലാ സ്ഥലങ്ങളിലും ആ വാങ്കുലിയിൽ കേൾക്കുന്നത് അഷ്ഹദു എന്ന് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിയാൽ പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നല്ലേ എല്ലാ ഭാഗങ്ങളിലും വാങ്കുലി മുഴങ്ങുന്നത്. ഇത് ചെറിയ സ്ഥാനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മിനെ അള്ളാഹുവിന്റെ ഇസ്മിനോടൊപ്പം അള്ളാഹു ചേർത്തി കൊടുത്തു. ഖുർആനിലും അത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു തഫ്സീറിൽ കാണാം, 2 വിഷയങ്ങൾ ഒരുമിച്ച് ഖുർആനിൽ പറഞ്ഞത് 3 രൂപമുണ്ട്, 3 കാര്യങ്ങളുണ്ട്. ആ 3 എണ്ണത്തിനും അതിനോടൊപ്പം ചേർത്തി പറഞ്ഞതുണ്ടെങ്കിലേ വിഷയം പൂർണ്ണമായി അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതിലൊന്നാണല്ലോ അള്ളാഹുവിനുള്ള ശുക്ർ. ആ ശുക്രിന്റെ കൂടെ അള്ളാഹു ചേർത്തി പറഞ്ഞ വിഭാഗമാണ് മാതാപിതാക്കൾ. മറ്റാരെയുമല്ല. അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് നീ നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മകനാണ്, മകളാണ്, അള്ളാഹുവിന് ശുക്രില്ലാത്തവനാണ്, അവന്റെ ശുക്ർ സ്വഹീഹാവുകയില്ല, സ്വീകരിക്കപ്പെടൂല. മാതാപിതാക്കളെ നോക്കാത്തവനാണ്, നിസ്കാരവും കാര്യവും ഇബാദത്തും നന്ദിയുമൊക്കെ വളരെ കറക്റ്റാണ്, അവന്റെ ശുക്റും സ്വീകരിക്കപ്പെടൂല. പരസ്പര പൂരകങ്ങളാണ്. അനിഷ്കുർലി വലിവാലിദൈക്, രണ്ടും വേണം. അതുകൊണ്ടാണ് അവരെ വേർപിരിയാൻ പറ്റുന്നൊരു സന്ദർഭമില്ല. വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. നീ വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കലോടെ മാതാപിതാക്കളെ വിടാൻ പറ്റൂല. അതേ സമയത്ത് ശിർക്ക് ചെയ്യാൻ നിന്നെ അവർ നിർബന്ധിപ്പിച്ചാൽ ഫലാ തുതിഉഹുമാ, അതിന് നീ അവർക്ക് വിധേയപ്പെടരുത്.
എന്നാലും അവരോട് കണക്ഷൻ മുറിക്കരുത്. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ദുനിയാവിലൊരു ബാപ്പക്കും ഉമ്മക്കും വേണ്ട ചെലവും ഒത്താശയും സഹകരണവും ഇണക്കവും ഒക്കെ നിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിന് നീ അനുസരിക്കരുത്. നിങ്ങളെ വാപ്പിയമ്മയൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ മുസ്ലിമായതോടുകൂടെ ഞാൻ അവരെ വിടാൻ പാടില്ല. ചിലരങ്ങനെ പറയും, പിന്നെ ഞാൻ അവരെ നോക്കലില്ല. അങ്ങനെ ഒരു തത്വം ഇസ്ലാമിനില്ല. അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കണം. സ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉമ്മ വല്ലാതെ വാശി പിടിക്കുന്നുണ്ട്, ഞാൻ എന്തു ചെയ്യണം നബിയെ? ഉമ്മാനെ നിങ്ങൾ വേർപിരിയരുത്. ഞാൻ തങ്ങളെ സ്വീകരിച്ചത് കൊണ്ട് എൻ്റെ ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല, വല്ലാത്ത വിഷമത്തിലാണ്, എന്നാൽ ഉമ്മാനെ പിരിയരുത്. ഉമ്മാനെ വേർപിരിയാൻ പാടില്ല. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ പരിശോധിച്ചാൽ നമുക്ക് ആ ചരിത്രം അറിയും. ഞാനത് വിശദമായി പറയേണ്ട സന്ദർഭമല്ല, തഫ്സീറുകളൊന്നും വായിച്ചു തീരൂല. സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു, ഞാൻ വിശ്വസിച്ച കാരണം കൊണ്ട് ഉമ്മ ഭക്ഷണം കഴിക്കാതെ വിഷമത്തിലാണ്, വെള്ളം കുടിക്കുന്നില്ല. തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു, എന്നാലും സഅദേ ഉമ്മാനെ വേർപിരിയരുത്. സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ കൂടെ തന്നെ നിന്നു. ഒരു നിലക്കും സഅദ് റളിയല്ലാഹു അൻഹു മാറില്ല എന്ന് കണ്ടപ്പോ ഉമ്മ തന്റെ നിശ്ചയം മാറ്റിയിട്ട് വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു. ഉമ്മാക്ക് പിന്നീട് ഹിദായത്ത് ലഭിക്കുകയും ചെയ്തു. ആ ഒരു കാർക്കശ്യത്തിൽ നിന്നിട്ടും സ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അത് അവരോടുള്ളൊരു ശുക്രിന്റെ ഭാഗമാണ്. മാതാപിതാക്കൾക്ക് നല്ലോണം നന്ദി ചെയ്യണം. നമ്മൾ ഏത് ലെവലിലേക്ക് ഉയർന്നാലും ബാപ്പയെ ഉമ്മയെ വെറുക്കരുത്. അവർ വെറുപ്പുളവാക്കുന്ന വാക്ക് പറഞ്ഞാലും സഹിക്കാനുള്ള സഹനശക്തി നമ്മൾ സംഭരിക്കണം. അതാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെരിച്ചു നിന്നിട്ടത് പോകാൻ പാടില്ല. ബാപ്പയാണ് ഉമ്മയാണ് ആ ഒരു കാഴ്ചപ്പാട് വേണം. ഏറ്റവും ഈമാനിന്റെ ഉയർച്ചയിലെത്തിയ മഹാനല്ലേ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഉപ്പ വിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് സുഖകരമല്ലാത്തൊരു വാക്ക് പറഞ്ഞപ്പോൾ, ആ വാക്ക് ഞാനിവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വിഷയം പഠിച്ചാൽ മതിയല്ലോ. സുഖകരമല്ലാത്തൊരു വർത്തമാനം പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും നോക്കില്ല, കൊടുത്തൊരടി. ബാപ്പതിൽ വീണുപോയി. ഈ വിഷയം ആരോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് നിങ്ങൾ ഇങ്ങനെ ബാപ്പാനടിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു, നിങ്ങൾ ബാപ്പയെ തല്ലിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ആ സമയത്ത് എൻ്റെ കയ്യിലൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് തല്ലാനേ കഴിഞ്ഞുള്ളൂ. എന്തെങ്കിലും ആയുധങ്ങൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ബാപ്പയുടെ ജീവൻ അതോടുകൂടെ തീർന്നിട്ടുണ്ടാകും. എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വാക്കാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹബത്ത് കൊണ്ടാണ് തങ്ങൾ അപ്പോഴും പറയുന്നത്, സിദ്ദീഖേ ഉപ്പയാണോ ബാപ്പയാണ്, അത് നല്ലോണം ശ്രദ്ധിച്ചോളണം. ഇടക്കിടക്ക് ഇങ്ങനെ കുത്തുവാക്ക് പറയുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ, മുനാഫിഖുകളുടെ തലവൻ. മകനുണ്ടൊരു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു 3 പ്രാവശ്യം വന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ സമ്മതം തരണം, ബാപ്പാനെ കൊണ്ട് സഹിക്കാൻ വീണില്ല, കൊല്ലാൻ സമ്മതം തരണം. ലാ തഖ്തുൽ ഫഇന്നഹു അബൂക്, അബ്ദുല്ലാ കൊല്ലരുത്, ബാപ്പയാണത്. 3 പ്രാവശ്യം ചോദിച്ചിട്ടും പറഞ്ഞു കൊല്ലരുത്, ബാപ്പയാണ്, ബാപ്പാനെ കാണേണ്ടതുപോലെ കാണണം. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയല്ലേ പറയുന്നതൊക്കെ. എന്തൊരു വാക്കെതിർത്ത് പറഞ്ഞാലും അതിൽ തങ്ങളെ പരിഹസിക്കുന്ന പുച്ഛിക്കുന്ന ഒരു ഭാവം ഉണ്ടാകും അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂലിന്റെ വാക്കിൽ. അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനുള്ള ശുക്രിനോടൊപ്പം അള്ളാഹു ചേർത്തി പറഞ്ഞൊരു വിഭാഗമാണ് വാലിദാൻ, മാതാപിതാക്കൾ. അവരോടുള്ള ശുക്ർ പൂർത്തിയാക്കണം, അതില്ലാതെ നടക്കൂല. രണ്ടാമത്തെ ഒന്ന് അഖീമുസ്സലാത വആതുസ്സകാഹ്, നിങ്ങൾ നിസ്കാരം കൃത്യമായും നിത്യമായും നിർവഹിക്കണം, സകാത്ത് കൊടുക്കുകയും വേണം. നിസ്കാരങ്ങളൊക്കെ റെഡിയാണ്, കൃത്യസമയത്ത് നിർവഹിക്കും, കഴിവിൻ്റെ പരമാവധി ജമാഅത്തിൽ സംബന്ധിക്കും. സകാത്ത് 1 ഇഞ്ച് കൊടുക്കുകയില്ല. കാരണം കൊടുത്താൽ അതാരുടെയെങ്കിലും പരസ്യത്തിൽ വീണാൽ, പണമുണ്ടെന്ന് ആളുകൾ അറിഞ്ഞാൽ കടം ചോദിക്കാൻ വരുമോന്ന് പേടിയാണ്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. സ്വതക്കൊക്കെ എമ്പാടും കൊടുക്കാം.
സ്വതക്ക വേറെ, സക്കാത്ത് വേറെ. സക്കാത്ത് കണക്കനുസരിച്ച് കൊടുക്കണം. ചെറിയൊരു ശതമാനമല്ലേ ഉള്ളൂ, അത് കൊടുക്കണം. കച്ചവടത്തിനാണെങ്കിലും ചിലർക്കൊക്കെ കുറിയിലാണെങ്കിലും അതുപോലെ കടം കൊടുത്തതിനാണെങ്കിലും കിട്ടാനുള്ളതിനാണെങ്കിലും ഒക്കെ അങ്ങനെ വരും. അതൊക്കെ അതിൻ്റെ കണക്കനുസരിച്ച് കൂട്ടിക്കൊടുക്കണം. ചെറിയൊരു ശതമാനം നിശ്ചയിച്ച ആ ശതമാനം കൊടുക്കണം. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ കൃഷിക്കാർ നല്ലവണ്ണം കൂടുതലുണ്ടായിരുന്നു. അന്ന് നെല്ല് കൊയ്തെടുത്താൽ അന്നത്തെ നമ്മുടെ ഉപ്പാപ്പമാർ ആ നെല്ല് പറയനുസരിച്ചും അതുപോലെ തന്നെ മറ്റൊരളവാണല്ലോ നായി എന്നുള്ള അളവ്, മറ്റേ നായല്ല, അത് നായാണ്. നായി എന്നുള്ള അളവനുസരിച്ചു അത് കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ പറക്കണക്കനുസരിച്ച് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത്രയും പ്രാരാബ്ദം ഉണ്ടെങ്കിലും ഈ കൊയ്തെടുത്തതിൽ 6 മാസം അല്ലെങ്കിൽ വർഷം 2 കൂട്ടിയിട്ട് മൊത്തമായിട്ട് കൊയ്തെടുത്തതിൽ അതിൻ്റെ അളവുണ്ടെങ്കിൽ സക്കാത്തിൻ്റെ വിഹിതം നീക്കി വെച്ച ശേഷമാണ് ബാക്കിയുള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോവുക. അതിലത്രയും തീവ്രമായ സൂക്ഷ്മത അവർ പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാത്തൊരു ബറക്കത്തുണ്ടായിരുന്നു. കുറച്ചാണെങ്കിലും നല്ലോണം ബറക്കത്തുണ്ടായിരുന്നു. ഖുർആനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് കൊടുത്താൽ അങ്ങനെ വർധനവ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. വമാ ആതീതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫൗലൈക ഹുമുൽ മുളഇഫൂൻ. അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് അത് വർധനവ് ഇങ്ങനെ ലഭിക്കുന്നതാണ്. ഇരട്ടി അല്ലാഹു തആല ഇങ്ങനെ തരും. പറയുമ്പോൾ അത് ശതമാനം കുറവാണെങ്കിലും നിർബന്ധമാണ്. നിസ്കാരത്തോടൊപ്പം സക്കാത്ത് പറഞ്ഞതിൻ്റെ താല്പര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിസ്കാരം പറഞ്ഞ ഉടനെ സക്കാത്തും പറഞ്ഞെങ്കിൽ സക്കാത്ത് ഉണ്ടാകണം, നിസ്കാരം മാത്രം പോരാ. സക്കാത്ത് ഉണ്ട് നിസ്കാരമല്ല, അതും പോരാ, രണ്ടും വേണം. അത് പരസ്പര പൂരകങ്ങളാണ്. മറ്റൊന്നാണ് വാത്തിഉല്ലാഹ വാത്തിഉർ റസൂൽ. അവിടെയാ നമ്മുടെ വിഷയം. അള്ളാഹുവിന് നിങ്ങൾ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനും അനുസരിക്കണം. 2 ഭാഗത്തെയും അനുസരണം വേണം. ഒരു ഭാഗം മാത്രം അനുസരിച്ചാൽ പോരാ. 2 അനുസരണം ഉണ്ടെങ്കിലേ അത് പൂർണ്ണത പ്രാപിക്കുകയുള്ളൂ. അള്ളാഹു തആലാക്ക് നന്നായി അനുസരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയൂല, എന്നാൽ അനുസരണം ശരിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കാം, അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയൂല, എന്നാലും അനുസരണം പൂർണ്ണമായിട്ടില്ല. ഈ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോടൊപ്പം അനുസരണം നിർബന്ധമാക്കി പഠിപ്പിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴും അനുസരിക്കേണ്ടതുണ്ട്, ഏത് വിധേയതയും അനുസരിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ വിമർശിക്കാതെ അത് സ്വീകരിക്കുകയും കൊണ്ട് നടക്കുകയും വേണം. വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ പ്രശസ്തി നാം ഉയർത്തിയിരിക്കുന്നു എന്ന ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ വിഷയത്തിലും വ്യാപകമായി കിടക്കുന്ന ഒന്നാണിത്. ആകാശഭൂമികളിൽ ഏറ്റവും വലിയ പ്രസിദ്ധി ആർക്കാണ്? ശുഹ്റതുഹു ഫിൽ അർളി വസ്സമാവാത്, ആകാശത്തിലും ഭൂമിയിലും ഏറ്റവും വലിയ പ്രസിദ്ധി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. തങ്ങൾക്കുള്ള പ്രസിദ്ധി പോലെ ആർക്കും അവിടെ പ്രസിദ്ധിയില്ല. ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാവരും അറിയുന്ന ഒരു റസൂല്, എല്ലാവരും പഠിക്കുന്ന ഒരു റസൂല്, അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇസ്മുഹു മക്തൂബുൻ അലൽ അർശ്, അവിടത്തേക്ക് അല്ലാഹു നൽകിയ ഉയർച്ച, അവിടുത്തെ നാമമാണ് അർശിന്റെ മേലെ എഴുതപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു എന്നതിൻ്റെ കൂടെ അർശിന്റെ മേലെ എഴുതപ്പെട്ട അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു നാമമുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് മാത്രമാണ്. മറ്റാരുടേതും അവിടെ എഴുതപ്പെട്ടിട്ടില്ല. സാധാരണ അത് വലിയൊരു ലെവലിൽ കാണൂലേ. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇന്റർനാഷണൽ എയർപോർട്ട് പോകുമ്പോൾ അവിടെ ഒരു പേരെഴുതി കണ്ടാൽ നമ്മൾ പറയും, ആള് വലിയ ഉഷാറാട്ടം, വലിയ സൽപ്പേര് കിട്ടിപ്പോയി. ബൈത്തുൽ മഖ്ദിസിൽ ചെല്ലുന്ന ആള്, ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്തായി കിടക്കുന്ന, നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും മോചനത്തിന് വേണ്ടിയും പ്രസംഗിച്ചിരുന്ന മൗലാന മുഹമ്മദ് അലിയുടെ ലരീഹ്
അവിടുത്തെ ജാറം എന്ന് പേരെഴുതി വെച്ച ആ പേരിങ്ങനെ കാണുമ്പോൾ ഇന്ത്യക്കാർക്ക് ഒരു വലിയ സന്തോഷം കിട്ടും. ഇവിടെ നമുക്കുണ്ടല്ലോ ഇവിടെ ഒരു പേര്. നമ്മളെ അദ്ദേഹത്തെ കണ്ടിട്ടൊന്നുമില്ല, എന്നാലും ആ ബോർഡ് വായിക്കുന്ന ആൾക്കാർ പറയും നമ്മളെ നാട്ടുകാർക്ക് ഇവിടെ ഭയങ്കര പേരാണ്. കാരണം അത് ഒരു സന്തോഷമാണല്ലോ. അവിടെ ബൈത്തുൽ മഖ്ദിസിന്റെ നേരെ അപ്പുറത്ത് മസ്ജിദുൽ അഖ്സയുടെ ഓരത്തായിട്ട്, അവിടെ ഖബറടക്കാനുള്ള വസിയത്താണ്, അവിടെ ഓരത്തായിട്ട് ഈ ബോർഡ് കാണുന്ന സമയത്ത് വായിക്കുന്ന ഇന്ത്യക്കാർക്കൊക്കെ ഒരു മനസ്സിലൊരു സന്തോഷം. എന്നാ നിങ്ങൾ നോക്ക്, അർശിൻ്റെ മേലെ ഇനി അതിലപ്പുറം പറയാനില്ലല്ലോ. മസ്ജിദുൽ ഹറാമിൻ്റെ ഒക്കെ ഓരോ ബാബുകളിലും ഓരോ രാജാക്കന്മാരുടെയും അവരോട് ബന്ധപ്പെട്ടവരുടെയും നാമങ്ങളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത്, പഴയ കാലത്ത് ബാബു സലാം, ബാബു ബനി ഷൈബ എന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ബാബു സലാം ഒന്നും പോയി തെരഞ്ഞാൽ കാണൂല. പഴയ ആളുകൾ പറയും ഇതിലാണ്, ഇതിലൂടെ കടന്നു പോകും. അതന്നെയാണ് ബാബു ബനി ഷൈബ എന്നൊക്കെ പറയും. ഇപ്പൊ അവിടെ വ്യത്യസ്ത പേരുകളാണ്. ഈ പേരുകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ആ കുടുംബക്കാരൊക്കെ അറിയുന്ന ആളുകൾക്ക്, നമ്മൾ പലരും അറിയില്ലല്ലോ, അറിയുന്ന ആളുകൾക്ക് വല്ലാത്തൊരു സംഭവമായിട്ട് അവിടെ ഒരു പേര് അവർക്ക് കിട്ടിയല്ലോ. ഇസ്മുഹു മക്തൂബുൻ അലൽ അർശ്, അർശിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉല്ലേഖനം ചെയ്ത പേര് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. എന്താണ് അവിടത്തേക്ക് നൽകിയ പ്രശസ്തി? അർശ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ സൃഷ്ടിയാണ്. ആ അർശിനെ വഹിക്കുന്ന മലക്കുകളുടെ ദിക്റാണ് മുഅ്മിനുകളെ. നാളെ സ്വർഗത്തിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള ആനന്ദങ്ങളിൽ ഏറ്റവും വലിയൊരു ആനന്ദം അർശിൽ വഹിക്കുന്ന, അർശിൽ കുടികൊള്ളുന്ന മലക്കുകളുടെ ദിക്ർ. അതുകൊണ്ടാണ് നിങ്ങൾ ഫിർദൗസി എന്ന സ്വർഗം ചോദിക്കണം അല്ലാഹുവിനോട്. ഫഇന്നഹു ഔസതു അബ്വാബിൽ ജിനാൻ, അത് സ്വർഗത്തിലെ ബാബുകളിൽ ഒത്ത നടുവിലാണ് എന്ന ഹദീസ് വിശദീകരണത്തിൽ. അതുമാത്രമല്ല അതിനുള്ള മഹത്വം, അർശിനെ വഹിക്കുന്ന മലക്കുകളുടെ ദിക്ർ കേട്ട് സ്വർഗക്കാർക്ക് വല്ലാത്തൊരു അനുഭൂതി അവിടെ വരും. അത് കൂടുതൽ കേൾക്കാൻ അടുത്തടുത്ത് ഭാഗ്യം കിട്ടുന്നവർ ഫിർദൗസിൽ കഴിയുന്നവരാണ്. അത് വലിയൊരു സ്ഥാനമാണ്. ആ അർശിന്റെ മുകളിൽ അല്ലാഹു തആല എഴുതി വച്ച പേര്, ആ പേരാണല്ലോ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആധാരമാക്കിയത്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഗ്ഫിറ ലീ. അല്ലാഹുവേ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, നീ എനിക്ക് ഗുഫ്റാൻ തരണം, മഗ്ഫിറത്ത് നൽകണം. അല്ലാഹു തആല ചോദിച്ചല്ലോ, എങ്ങനെ നീ അറിഞ്ഞു? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് എങ്ങനെ നീ ആ നബിയെ അറിഞ്ഞു? ഞാൻ ആ നബിയെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ആ നബി തങ്ങളുടെ നൂറിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മറ്റെല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നോക്ക്, തനിച്ച് ഒറ്റക്ക് നിന്ന് അല്ലാഹു തആലാക്ക് തസ്ബീഹ് ചൊല്ലിയ ഒരു സൃഷ്ടി. ഭൂമിയും സൃഷ്ടിച്ചിട്ടില്ല, ആകാശവും സൃഷ്ടിച്ചിട്ടില്ല, ആദം നബി അലൈഹിസ്സലാമിനെയും സൃഷ്ടിച്ചിട്ടില്ല. അതിൻ്റെ 2000 കൊല്ലം മുമ്പ് മലക്കുകളെയും സൃഷ്ടിച്ചിട്ടില്ല, ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ആദ്യം സൃഷ്ടിച്ച സൃഷ്ടിയായ നൂറുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നൂറ് 2000 കൊല്ലം അല്ലാഹു തആലാക്ക് തസ്ബീഹിലായി കഴിയുകയാണ്. അപ്പോൾ അന്ന് തസ്ബീഹ് ചൊല്ലുന്നത്, നമ്മളിപ്പോൾ തസ്ബീഹ് ചൊല്ലുമ്പോൾ പലരും കൂടെ ചൊല്ലാനുണ്ട്. ആദം നബി അലൈഹിസ്സലാം തസ്ബീഹ് ചൊല്ലുമ്പോൾ മലക്കുകൾ ചൊല്ലുന്നുണ്ട്, ജിന്നുകൾ ചൊല്ലുന്നുണ്ട്, പലരും ചൊല്ലുന്നുണ്ട്. ആകാശത്തിലും ഭൂമിയിലുമുള്ള സൃഷ്ടിജാലങ്ങൾ ചൊല്ലുന്നുണ്ട്. അതെ, സൂര്യനും ചന്ദ്രനും പലരും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, നക്ഷത്രങ്ങളൊക്കെ. എന്നാൽ ഒറ്റക്ക് അല്ലാഹു തആലാക്ക് തസ്ബീഹ് ചൊല്ലിയത് വേറെ ആർക്കും അവകാശപ്പെടാനില്ല. ജൗഹറുൽ ഫർദ്, തനിച്ച ഒറ്റക്കൊരു മുത്തായിട്ട് തസ്ബീഹ് ചൊല്ലിയത് നൂറുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറല്ലേ. വിശദമായി പണ്ഡിതന്മാർ ഈ ഒരു വിഷയം തന്നെ ചർച്ച ചെയ്തത് കാണാം, ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കാണാം. ഞാൻ പറഞ്ഞു വന്നത്, അവിടത്തേക്ക് അല്ലാഹു തആല നൽകിയ റിഫഅത്ത്, ഉയർച്ച ചെറുതല്ല. വഅന്നഹു യുദ്കറു മാഹു ഫിശ്ശഹാദത്തി വത്തശഹുദി, ഷഹാദത്തിലും അത്തഹിയ്യാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിനോടൊപ്പം പറയപ്പെടുന്നു. അതങ്ങനെ തന്നെ വിളിക്കണമല്ലോ, അത് തങ്ങൾക്കുള്ള വലിയ ബഹുമാനമാണ്.
ഉത്തരം ചെയ്യണമെന്നിടത്തും അങ്ങനെയല്ലേ? എത്ര വലിയ ഉയർച്ചയാ കൊടുത്തത്. ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അതേ, ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. വിളി കഴിഞ്ഞിട്ട് വിളിക്ക് ഉത്തരം ചെയ്യാതെ നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടിയിട്ട് പോയി. ഞാൻ നിങ്ങളെ വിളിച്ചേ നിങ്ങൾ കേട്ടില്ലേ? നബിയെ, ഞാൻ നിസ്കാരത്തിലായിരുന്നു. നിസ്കാരത്തിലായാൽ എന്താ? വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്നല്ലേ അള്ളാഹു പറഞ്ഞത്? ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും എപ്പ വിളിച്ചാലും ഉത്തരം ചെയ്യണം. അതിന് സമയം കണക്കില്ല. നിസ്കാരം, ഹജ്ജ്, തവാഫ് എന്ന പ്രശ്നമില്ല. ബാപ്പ വിളിച്ചാൽ, ഉമ്മ വിളിച്ചാൽ, ഉസ്താദ് വിളിച്ചാൽ ഫർള് നിസ്കാരത്തിൽ കൈകഴിക്കാൻ പറ്റോ? ഉത്തരം ചെയ്യാൻ പറ്റോ? ഈ ഒരു സംഭവം തന്നെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞില്ലേ, നിസ്കാരത്തിന്റെ ഇടക്ക്, ഫർള് നിസ്കാരത്തിന്റെ ഇടക്ക് അങ്ങനെ ഒരാൾ ഉത്തരം ചെയ്യാൻ വേണ്ടി കൈകഴിച്ചു പോയി. തങ്ങളോട് സംസാരിച്ചു തിരിച്ചു വരുമ്പോ ഖിബില തെറ്റിയാലും നേരം വൈകിയാലും തങ്ങളോടുള്ളൊരു പ്രത്യേകത മാനിച്ചുകൊണ്ട് ബാക്കി നിസ്കരിച്ചാൽ മതി. കാരണം അല്ലാഹു തആലാന്റെ ഓർഡറിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും. അത് സഹോദരങ്ങളെ, ഏത് സമയത്തും ആ ഉത്തരം ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും ആ വിളിക്ക് ഉത്തരം ചെയ്യേണ്ടതുണ്ട്. അത് ചെറിയ ഉത്തരമല്ലല്ലോ, അല്ലാഹു തആല നിർബന്ധമാക്കിയ ഒന്നല്ലേ. ഈ ആയത്താണ് ആ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിലായിരുന്നു എന്ന് പറയാൻ വകുപ്പില്ല. വിളിച്ചാലുടനെ ഉത്തരം ചെയ്തോളണം. ഇതെത്ര വലിയ സ്ഥാനമാണ്. അതെ, തങ്ങളെ വിളിക്കാതെ ഒരാൾക്കും ഇവിടെ നിസ്കാരമില്ലല്ലോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ എന്ന വിളി നടത്തണ്ടേ നിസ്കാരം സ്വഹീയാകണമെങ്കിൽ? മറ്റാരെയും അല്ലാഹു തആല അതിൽ കൂട്ടാക്കിയിട്ടില്ലല്ലോ. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു സലാമുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ടല്ല, നേർക്ക് നേരെ വിളിക്കുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ ഒരാളെ മാത്രമല്ലേ നിസ്കാരത്തിൽ വിളിക്കുന്നത്, അള്ളാഹുവിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച ശേഷം. അതും മുതൽ സാധാരണ വിളി പോരാന്നല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാര് പറഞ്ഞു, നല്ലോണം കരുതി ചിന്തിച്ച് വിളിക്കണം. അവിടുത്തെ വ്യക്തിപ്രഭാവങ്ങളൊക്കെ മനസ്സിരുത്തി വിളിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ എന്ന വിളി ലോകതലത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ എല്ലാ സമയത്തും സലാം കിട്ടുന്നൊരു നേതാവ് ആരാണ്? എല്ലാ സമയത്തും സലാം ഓതിക്കൊടുക്കുന്നൊരു നേതാവ് ആരാണ്? നമ്മളിപ്പോൾ സഹോദരങ്ങളെ ഇശാ നിസ്കരിച്ച് പലരും ഇവിടെ എത്തി. അതേ സമയത്ത് മഗ്രിബ് നിസ്കാരത്തിന് വാങ്ങി വിളിച്ച് കാത്തിരിക്കുന്നവരില്ലേ? മഗ്രിബ് ആകാൻ കാത്തിരിക്കുന്നവരില്ലേ? വിവിധ ധ്രുവങ്ങളിലേക്ക് നോക്കുമ്പോ 24 ടൈമിലും നടക്കുന്ന നിസ്കാരം. ആ നിസ്കാരത്തിൽ അതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നു, സലാം പറയുന്നു. ആ സലാം തങ്ങൾ മടക്കൂലേ? മടക്കുമല്ലോ. മാമിൻ മുസ്ലിമിൻ യുസല്ലിമു അലയ്യ ഹത്താ ഇല്ലാ റദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹി സലാം. എനിക്ക് സലാം പറയുന്ന ഏതൊരു മുസ്ലിമുമുണ്ടോ, എനിക്കാര് എവിടെ വെച്ച് സലാം പറഞ്ഞാലും ആ സലാം മടക്കാൻ അള്ളാഹു എനിക്ക് കഴിവ് തരും. ഞാൻ ആ സലാം മടക്കുകയും ചെയ്യും. അപ്പൊ സദാസമയത്തും തങ്ങളിപ്പോഴും അവിടുത്തെ ബർസഖിയ ലോകത്തെ ഹയാത്തിലാണ്. അവിടുന്ന് സലാം മടക്കിക്കൊണ്ടിരിക്കുകയാണ്. സലാം പറയുന്നിടത്ത് വെച്ച് തിരിച്ച് സലാം കേട്ടവരും ഉണ്ട് മഹാന്മാരിൽ. അത്തഹിയാത്തിൽ പറഞ്ഞ സലാമിന് മദീനയിൽ വെച്ച് തിരിച്ചിങ്ങോട്ട് പറഞ്ഞ് സലാം കേട്ടതും ഉണ്ട്. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനപ്പെട്ട ഹുജറത്തു ഷരീഫയുടെ സമീപത്ത് വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ സമ്മതം ചോദിച്ചപ്പോ മറുപടി ഉള്ളിൽ നിന്ന് ലഭിച്ചല്ലോ. തർക്കമില്ലാതെ എല്ലാവരും രേഖപ്പെടുത്തിയല്ലോ. അബൂബക്കറിൻ ബിൽ ബാബി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇദാ വാതിൽക്കൽ. എന്തു ചെയ്യണമെന്നാണ് ഇനി തീരുമാനം വേണ്ടത്? മറുപടി വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. എന്റെ ഹബീബിനെ എന്നിലേക്കൊന്ന് അടുപ്പിച്ചു വെക്കൂ. അപ്പൊ സ്വഹാബത്തിന് സമ്മതം കിട്ടി. ആ സമ്മതം എല്ലാവരും കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിളിച്ചപ്പോൾ ആ വിളിക്ക് ഉത്തരം കിട്ടി. ഇതുകൊണ്ടാണല്ലോ
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസഘട്ടങ്ങളിലും സ്വഹാബത്ത് വിളിക്കുന്നത്, എല്ലാ സന്ദർഭങ്ങളിലും വിളിക്കുന്നതും വിളിക്കുത്തരം കിട്ടുന്നതും തങ്ങൾക്ക് ശേഷം വഫാത്തിന് ശേഷം നടന്ന ആദ്യത്തെ യുദ്ധമല്ലേ യമാമയിലെ മുസൈലിമത്തുൽ കദ്ദാബിനോടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ സ്വഹാബത്തിന്റെ മുദ്രാവാക്യം വകാന ശിആറുഹും യൗമഇദിൻ വാ മുഹമ്മദാ. അന്ന് സ്വഹാബത്ത് വിളിച്ചിരുന്നത്, അവർ സഹായത്തിന് വേണ്ടി വിളിച്ചിരുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. വലിയ വിജയം കിട്ടി. എത്ര സുരക്ഷിതനായിട്ടായിരുന്നു മുസൈലിമ കഴിഞ്ഞിരുന്നത്. മുസൈലിമക്കും അവന്റെ അനുയായികൾക്കും വലിയ പരാജയം അവിടെ സംഭവിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും സ്വഹാബത്തിനും വലിയ വിജയം കിട്ടി. അന്ന് സ്വഹാബത്ത് വിളിച്ചിരുന്നൊരു വിളിയാണത്. അത് വലിയ സഹായത്തിനുള്ള വിളിയാണ്. രോഗം വരുമ്പോഴും ഇങ്ങനെ വിളിക്കണമെന്നല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ചവരിൽ ഒരാളാണല്ലോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മഹാനവറുകളുടെ കാലിന് തളർവാദം വന്നുപോയി. നടക്കാൻ കഴിയുന്നില്ല, കാലനക്കാൻ കഴിയുന്നില്ല, അസഹ്യമായ വേദനയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അതിന് പരിഹാരം കണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാനാണ്. യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ വിളി വിളിച്ചപ്പോഴേക്ക് ഫകാന്നമാ നുശിത മിൻ നിഖാൽ, കെട്ടിയിട്ടൊരൊട്ടകത്തെ കെട്ടയിച്ചു വിട്ടാൽ എത്ര ആവേശം പോലെ പോകുമത്. അത്രയും സന്തോഷത്തോടെ മഹാനവറുകൾ നടക്കാൻ തുടങ്ങി. ഇത് വിശദീകരിച്ച പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, കാന്നഹു റളിയല്ലാഹു അൻഹു ഖസദ ഇൽഹാറൽ മഹബ്ബത്തി ഫീ ളിംനിൽ ഇസ്തിഗാസ. ഈ വിളിയിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലാണ്, സഹായം അർത്ഥിക്കലുമാണ്. ഒരൊറ്റ വിളിക്ക് വലിയ ഫലം കിട്ടി. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാർ എന്നൊരു കിതാബുണ്ട് മഹാനവറുകൾക്ക്. ദിക്ർ പഠിപ്പിക്കുന്ന കിതാബാണ്. സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചതിൽ ദിക്ർ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ഘട്ടങ്ങളിലും ചെയ്യേണ്ട ദിക്റുകളുണ്ട്. ആ അദ്കാർ എന്ന കിതാബിൽ മഹാനവറുകൾ കൊണ്ടുവന്ന അധ്യായം ബാബു മാ യഖൂലു റജുലു ഇദാ ഖദറത് റിജ്ലുഹു. കാലിന് തളർവാദം സംഭവിച്ചു പോയാൽ ഒരു വ്യക്തി എന്ത് ചൊല്ലണം, അവിടെയാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അത് അന്നത്തേക്ക് മാത്രമുള്ളതല്ല, ഖിയാമത്ത് നാൾ വരെ മുഅ്മിനുകളെ പ്രയാസഘട്ടങ്ങളിൽ വിളിക്കാനുള്ള വിളി യാ റസൂലല്ലാഹ്. ആ വിളിക്ക് വലിയ ഫലമുണ്ട്, ആ വിളിക്ക് വലിയ ഉത്തരമുണ്ട്, ആ വിളിക്ക് വലിയ മഹബ്ബത്തുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ വിളിച്ചില്ലേ, വിളിച്ചിട്ട് ഫലം കിട്ടിയില്ലേ? അത് മഹാന്മാര് ദിക്ർ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചില്ലേ? അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നില്ലേ? ഇത് എന്നും ലോകത്തിങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഈമാനുള്ളവരൊക്കെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു. ആ വിളിക്ക് വലിയ മഹത്വം കിട്ടുന്നു. വഅന്നഹു തആല ദക്കറഹു ഫിൽ കുതുബിൽ മുതഖദ്ദിമ. മുമ്പ് കഴിഞ്ഞു പോയ കിതാബുകളിൽ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമാക്കി പഠിപ്പിച്ചത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തൗറയിലാണെങ്കിലും ഇഞ്ചീലിലാണെങ്കിലും സബൂറിലാണെങ്കിലും ഏടുകളിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. അന്നത്തെ ഉമ്മത്തിന്, അന്നത്തെ ഓരോ കാലത്തെയും നബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അവിടുത്തെ വിശേഷണങ്ങൾ പഠിപ്പിക്കുന്നു. അതിങ്ങനെ കൈമാറി 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 വന്ന് അതൊക്കെ കുറച്ചൊക്കെ ഒരു വിവരമുള്ള ആളുകൾ, അത് സംബന്ധമായി കുറച്ചൊക്കെ ഒരു വിവരമുള്ള ആളുകൾ തങ്ങൾ മദീനയിലെത്തുമ്പോൾ മദീനയിലുണ്ട്. അപ്പൊ അവരോട് പലരും ചോദിച്ചു, അല്ല നിങ്ങളൊക്കെ പറഞ്ഞിരുന്ന അവസാനം വരുന്ന നബി എന്ന് പറഞ്ഞ നബി ഇതല്ലേ? അപ്പൊ ജൂതന്മാര് പറഞ്ഞു, അത് സമ്മതിക്കാൻ കഴിയാത്തതുകൊണ്ട് ഹസദുകൊണ്ട് അവർ പറഞ്ഞു, അത് ഈ നബി അല്ല. അത് വരികയാണെങ്കിൽ തന്നെ അറബികളെ കൂട്ടത്തിൽ നിന്നല്ല വരണ്ടേ, ഞങ്ങൾ ആരെങ്കിലും കൂട്ടത്തിൽ നിന്ന് വരണം. ഇതവർ പറയാൻ കാരണം ഹസദം മിൻ ഇന്ദി അൻഫുസിഹിം, അവരുടെ ഭാഗത്തു നിന്നുള്ള അസൂയ കൊണ്ട്. കടുത്ത അസൂയയല്ലേ അവർക്കുള്ളത്. കഴിവിന്റെ പരമാവധി അവിടുത്തെ നഅത്തുകൾ, സിഫത്തുകൾ
അവർ മറച്ചു വെക്കാൻ ശ്രമിച്ചു. അല്ലാഹു തആല അവരാ സ്വകാര്യത വെളിവാക്കി. അവരതാ മറച്ചു വെക്കുന്നതിൻ്റെ പിന്നിൽ അന്നത്തെ കാലത്തെ രാജാക്കന്മാരുടെ അച്ചാരം പറ്റി എന്ന് വരെ അല്ലാഹു തആല പറഞ്ഞില്ലേ? വയസ്തറൂന ബിഹി തമനൻ ഖലീല. രാജാക്കന്മാർ ചോദിച്ചു, മുമ്പ് കാലത്ത് തൗറയിലും ഇഞ്ചിയിലും പറഞ്ഞ ആ വിശേഷണങ്ങളുടെ നബിയല്ലേ വന്നത്? അല്ലല്ലല്ല, അത് വേറെയാണ്. അതീ വന്ന ആളൊന്നുമല്ല. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹ് മിനൽ കിതാബി വയസ്തറൂന ബിഹി തമനൻ ഖലീലാ. രാജാക്കന്മാർക്ക് വലിയ ഇഷ്ടമായി. രാജാക്കന്മാർ ഇവർക്ക് വേണ്ട സംഖ്യയും സംഭാവനയും കൊടുത്തു. അള്ളാഹു പറയുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. അള്ളാഹു തആല അവന്റെ കിതാബിലൂടെ ഇറക്കി ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തവർ മറച്ചു വെച്ചു, മൂടി വെച്ചു. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണവിശേഷണങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കാതെ പിശുക്കി വെച്ച് മറച്ചു വെച്ച ആളുകൾ അവരെ അള്ളാഹു ശപിക്കുന്നു. ശപിക്കുന്നവർ മുഴുവനും ശപിക്കുന്നു. എല്ലാ കിതാബുകളുടെയും അല്ലാഹു തആല അത് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ റിസാലത്തും നുബുവത്തും മാത്രമല്ല പഠിപ്പിച്ചത്, തൗറാത്തിലൂടെ മഹാനവറുകൾ പഠിപ്പിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഈസാ നബി അലൈഹിസ്സലാം ഇഞ്ചീലിലൂടെ പഠിപ്പിക്കുന്നത്, ഓ സമൂഹമേ, എൻ്റെ ശേഷം ഒരു നബി വരാനുണ്ട്. ആ നബി വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കണം, വിശ്വസിക്കണം. ആ നബിക്ക് ഒരുപാട് ഗുണവിശേഷണങ്ങളുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൗറാത്തിലും ഇഞ്ചീലിലും പഠിപ്പിക്കപ്പെട്ട ഗുണങ്ങളിൽ കാണാം, ലൈസ ബിഫള്ളിൻ വലാ ഖലീൽ വലാ സ്വഖാബിൻ ഫിൽ അസ്വാഖ്. അവിടുന്ന് ഒരിക്കലും പരുഷ സ്വഭാവമുള്ള ആളല്ല, കടുത്ത മനസ്കനല്ല, അങ്ങാടികളിൽ അപശബ്ദമുണ്ടാക്കുന്ന ആളല്ല. അവിടുത്തെ ഗുണവിശേഷണങ്ങൾ എമ്പാടും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ തങ്ങളെപ്പറ്റി പ്രത്യേകം പറഞ്ഞതല്ലേ, അവിടുന്ന് ഹിർസുല്ലിൽ ഉമ്മിയീൻ, ഉമ്മത്തിന് അവിടുന്ന് കാവലാണ്. നിരക്ഷരരായ ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കാവലാണ്, സഹായിയാണ്. തൗറാത്തിലൂടെയും ഇഞ്ചീലിലൂടെയും അള്ളാഹു എണ്ണി പഠിപ്പിച്ച വിശേഷണങ്ങൾ അത് പലതും അവർ മറച്ചു വെച്ചിട്ടുണ്ട്. പരിശോധനക്ക് വേണ്ടി ചിലതൊക്കെ മക്കക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മദീനയിലെ ജൂതന്മാർ. ആ കൂട്ടത്തിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മക്കയിൽ ദീനീ ദഅവത്ത് നടത്തി ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ പലർക്കും ഇത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് മദീനയിലുള്ള ജൂത പണ്ഡിതന്മാർ ചിലരെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു നബി വന്നിട്ടുണ്ട്, അത് ശരിയായ നബിയാണോ അല്ലേന്ന് പരിശോധിക്കാൻ നിങ്ങളെ ഭാഗത്തുനിന്ന് വല്ല സഹായവും കിട്ടണം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ ആ നബിയോട് 3 ചോദ്യം ചോദിക്കണം. ആ ചോദ്യത്തിൽ 2 ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയുകയും 1 ഉള്ള മറുപടി അള്ളാഹുവിലേക്ക് വിടുകയും ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കണം അതൊരു നബിയാണ്. അല്ലെങ്കിലോ ഫഹുവ റജുലുൻ മുതഖവ്വിൽ, അതങ്ങനെ പലതും കെട്ടിക്കൂട്ടി പറയണ പല ജനങ്ങളൊക്കെ പറഞ്ഞ് പാട്ടിലാക്കുന്ന ഒരാളാന്ന് കൂട്ടിയാൽ മതി. ചോദിക്കാൻ വേണ്ടി പറഞ്ഞ ചോദ്യത്തിൽ 1, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഗുഹാവാസികളുണ്ട്, വിശ്വാസത്തിൻ്റെ പേരിൽ നാടുവിട്ടുപോയ, അവരെ പറ്റി ചോദിക്കണം. 2ാമത്തത് ലോകം അടക്കി ഭരിച്ച ഒരു വലിയ രാജാവുണ്ട്, സർവ്വ സൗകര്യങ്ങളും സംവിധാനങ്ങളും അല്ലാഹു തആല ഒരുക്കി കൊടുത്തൊരു രാജാവ്. ആ രാജാവ് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ സദാസമയങ്ങളിലും യാത്ര ചെയ്യുകയും ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി അതാത് നാട്ടുകാർക്ക് വേണ്ട സേവനങ്ങളിൽ എപ്പോഴും കർമ്മനിരതനായി പ്രവർത്തിച്ചിരുന്ന വലിയ അറിയപ്പെട്ട രാജാവാണ്. ആ രാജാവിനെ പറ്റിയും നിങ്ങൾ ചോദിക്കണം. 3ാമത്തെ 1 റൂഹിനെ പറ്റിയും നിങ്ങൾ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഹദ്റത്തിൽ വന്നവർ ചോദിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുത്തു, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം വിശദമായി, അവരുടെ എണ്ണവും അതുപോലെ തന്നെ അവരുടെ നായയെപ്പറ്റിയും അവരുടെ കിടത്തത്തെപ്പറ്റിയും അവരുടെ എഴുന്നേൽക്കലിനെ പറ്റിയും ബഹുമാനങ്ങളെപ്പറ്റിയും ഒക്കെ വിശദമായി വിശദീകരിച്ചു കൊടുത്തു. പിന്നെ അവർ ചോദിച്ച രാജാവ്
ദുൽഖർനൈൻ രാജാവാണ്. അതും തങ്ങൾ വിശദമായി പഠിപ്പിച്ചു കൊടുത്തു. റൂഹിനെ പറ്റി അവർ ചോദിച്ചപ്പോൾ ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. റൂഹ് അതെൻ്റെ റബ്ബിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അത് വ്യക്തമായി മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു വലിയ വിശാലമായ ജ്ഞാനവും ബുദ്ധിയും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത്ര മനസ്സിലാക്കിയാൽ മതി. ഇത് മൂന്നിന് ഉത്തരം ഇങ്ങനെ പറഞ്ഞപ്പോൾ ചിലർ ചോദിച്ചു, ഇതന്നല്ലേ അവിടുന്ന് പറഞ്ഞത്? റെഡിയല്ലേ? നമ്മൾ വിശ്വസിക്കല്ലേ? അപ്പൊ ചിലർ പറഞ്ഞു ആയിട്ടില്ല, ഒന്നുകൂടി പരിശോധിക്കണം. വിശ്വസിക്കാനായിട്ടില്ല, ഒന്നുകൂടി നമ്മൾ ഇനിയും ചോദിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിയാൻ എല്ലാവിധ അടയാളങ്ങളും അല്ലാഹു തആല പഠിപ്പിച്ചത് സത്യത്തിൽ ഇഞ്ചീലിലും തൗറാത്തിലൊക്കെ കൈകടത്തലുകൾ നടന്ന ശേഷവും കൈമാറി 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 ഇതങ്ങനെ വരുന്നുണ്ട്. ആ വിഷയങ്ങൾ അങ്ങനെ കൈമാറി പോരുന്നുണ്ട്. ജനങ്ങളതങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ തങ്ങൾ വന്നപ്പോൾ അവരുടെ അടവ് അവർ മാറ്റി. വിശ്വസിക്കാൻ കഴിയാതെ പലരും മാറി നിന്നു. വിശ്വാസരംഗത്ത് ഉറച്ചു നിന്നവരുമുണ്ട്. എല്ലാ ഭാഗങ്ങളിലും, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഏറ്റവും വലിയ പേരും പ്രശസ്തിയുമുള്ള നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഓ സഹോദരങ്ങളെ, നമുക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പ്രചാരമായി അറിയപ്പെടുന്ന നേതാവാണ്. വഅന്നഹു ഖുതിമത് ബിഹിൻ നുബുവ്വ. അവിടത്തേക്ക് അല്ലാഹു നൽകിയ വലിയ ഉയർച്ച കണ്ടില്ലേ? നുബുവത്തിന് സമാപനം കുറിച്ചത് തങ്ങളെ കൊണ്ടാണ്. അത് ഏറ്റവും വലിയൊരു മഹത്വമാണ്. കഴിഞ്ഞുപോയ നബിമാർക്ക് മുഴുവനും ഷാഹിദായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല കൊണ്ടുവന്നു. മാത്രമല്ല അവിടുത്തെ പേര് ഖുർആനിൽ അല്ലാഹുവിന്റെ പേരിനോട് ചേർത്തി പറഞ്ഞു. ഏതൊരു സ്ഥലത്തും നോക്കിയാൽ വമയ്യുതിഇല്ലാഹ വറസൂലഹു വമയ്യുതിഇല്ലാഹ വറസൂല വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർളൂ. തൃപ്തിപ്പെടുത്തേണ്ടത് അല്ലാഹുവിനെ മാത്രമല്ല, വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർളൂഹു, അല്ലാഹനെയും തൃപ്തിപ്പെടുത്തണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തൃപ്തിപ്പെടുത്തണം. ആ ആയത്തിറങ്ങിയ സാഹചര്യം, മുനാഫിഖുകൾ സ്വഹാബത്തിനോട് സത്യം ചെയ്തിട്ട് പലതും പറയും. ഞങ്ങൾ വരാതിരിക്കാൻ കാരണം, യുദ്ധത്തിന് വരാൻ പറ്റാതിരുന്നതിന്റെ കാരണം വല്ലാഹി എന്ന് പല തവണ സത്യം ചെയ്തിട്ട് അവർ പറയുമ്പോ അള്ളാഹു പറഞ്ഞു, അള്ളാഹിനെ കൊണ്ട് അവർ സത്യം ചെയ്യുന്നത് ലിയുർലൂക്കും, നിങ്ങളെ തൃപ്തിപ്പെടുത്താനാണ്. അതേ സമയത്ത് അവർ തൃപ്തിപ്പെടുത്തേണ്ടത് നിങ്ങളെയല്ല. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർളൂ. അവർ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും യോഗ്യത, ഏറ്റവും ബന്ധപ്പെട്ടത് അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തപ്പെടണം. തങ്ങൾക്കും നമ്മൾ പൊരുത്തപ്പെട്ടവരാകണം, അള്ളാഹുവിനും തൃപ്തിപ്പെട്ടവരാകണം. അല്ലാഹു തആല കൊടുത്ത ഉയർച്ച നോക്കൂ. വയുനാദീഹി ബിസ്മിർ റസൂലി വന്നബീ. അല്ലാഹു തആല നബി തങ്ങളെ വിളിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ അവിടുത്തെ നുബുവത്ത് റിസാലത്ത് വെച്ചല്ലേ വിളിക്കുന്നത്. യാ അയ്യുഹൻ നബിയൂ യാ അയ്യുഹർ റസൂൽ യാ അയ്യുഹൽ മുസമ്മിൽ യാ അയ്യുഹൽ മുദ്ദസിർ. മറ്റു നബിമാരെയൊക്കെ യാ മൂസ യാ ഈസ അല്ലാഹു തആല വിളിച്ചിട്ടുണ്ട്. യാ നൂഹു യാ ഇബ്രാഹിം യാ ആദം എന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തും ഒരിക്കൽ പോലും യാ മുഹമ്മദു എന്ന് അല്ലാഹു വിളിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങനെ വിളിക്കുന്ന ആളുകളെ അല്ലാഹു തിരുത്തിയിട്ടുണ്ട്. നബിതങ്ങൾക്ക് അല്ലാഹു കൊടുത്ത മഹത്വം എത്ര വലുതാണ്. അങ്ങനെ വിളിച്ചിരുന്നു. ചില അറാബികൾ വന്ന് വിളിച്ചിരുന്നു. സദസ്സിൽ വന്നിട്ട് യാ മുഹമ്മദു എന്ന് വിളിക്കുമ്പോ സ്വഹാബത്തിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമമാണ്. അവരാ അറാബിയോട് ആദ്യം പറയും, സൗണ്ട് ഒന്ന് കുറക്ക്. ഇത് ഉറക്കെ പറയും, സൗണ്ട് കുറക്ക്. ഇങ്ങനെ ഉറക്കെ വിളിക്കാൻ പാടില്ല. അവർക്ക് പിന്നെ അത്ര സംസ്കാരമല്ലേ ഉള്ളൂ, അവരിത് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇത് പഠിച്ചിരിക്കുന്ന ഈ ബഹുമാനങ്ങളൊക്കെ കൈമാറുന്ന സ്വഹാബത്തിന് ഇത് കേൾക്കാൻ പറ്റുന്നില്ല. സൗണ്ട് കുറക്ക്. അപ്പോൾ അവർ സൗണ്ട് കുറക്കും. നീ അങ്ങനെ വിളിക്കല്ല, തങ്ങളെ വിളിക്കുന്ന വിളി ശരിയാം വണ്ണം വിളിക്കണം. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ പരസ്പരം കൂട്ടുകാരെ വിളിക്കും പോലെ പേരെടുത്ത് വിളിക്കാൻ പറ്റൂല. അങ്ങനെ നിങ്ങൾ വിളിക്കരുത്.
അതിന് മറ്റൊരു തഫ്സീർ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ വിളിക്കുന്ന വിളി മറ്റുള്ളവര് വിളിക്കുന്ന വിളി പോലെ കാണാൻ പറ്റൂല. ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ പ്രാർത്ഥന പോലെ കാണാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഹബീബ് എന്ത് പ്രാർത്ഥിച്ചോ അതിന് ഉത്തരം റെഡിയാൻ. അതുകൊണ്ട് അവിടെ വിളിക്കുന്നത്, അവിടുത്തെ വിളി കേൾക്കുന്നത്, അവിടെ ക്ഷണിക്കുന്നത്, അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്, ഇതൊക്കെ ശരിയാക്കേണ്ടതുണ്ട്. എത്രത്തോളം സഹോദരങ്ങളെ, അവിടുന്ന് റൂമിന്റെ ഉള്ളിൽ കയറി വിശ്രമിക്കുന്ന സമയത്ത് വാതിലിന്റെ പുറത്ത് വന്ന് വിളിച്ചില്ലേ ചില ആളുകൾ? അവരെ ആവശ്യത്തിന് വിളിച്ചതാണ്. ആ വിളിച്ചവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഖിലൂൻ. മുറിക്ക് പിറകിൽ വന്ന് തങ്ങളെ വിളിച്ച ആളുകളില്ലേ, അധിക പേരും ബുദ്ധിയില്ലാത്തവരാണ് നബിയേ. അവരങ്ങനെ വിളിക്കുകയല്ല വേണ്ടത്. വലൗ അന്നഹും സ്വബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം, തങ്ങൾ പുറത്തിറങ്ങുന്നത് വരെ അവർ കാത്തിരുന്നിരുന്നെങ്കിൽ ലകാന ഖൈറൻ ലഹും, അത് അവർക്ക് ഉത്തമമാകുമായിരുന്നു. ഒരു വിളിയിൽ പോലും ശരിക്ക് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പേരെടുത്ത് വിളിക്കുന്ന വിളിയില്ലേ, അത് ശരിയല്ല. പക്ഷേ തങ്ങൾ പഠിപ്പിച്ച ചില പ്രാർത്ഥനകളിൽ, തവസ്സുലിന്റെയും മറ്റും പ്രാർത്ഥനകളിൽ അവിടുത്തെ അങ്ങനെ വിളിക്കാൻ തങ്ങൾ നിർദ്ദേശിച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. അവിടെ അങ്ങനെ വിളിക്കേണ്ടതും ഉണ്ട്. അങ്ങനെ സ്വഹാബത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ എന്ന് തൊട്ടു തുടങ്ങുന്ന തവസ്സുലിന്റെ ദുആയിൽ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു മറ്റും പഠിപ്പിച്ച ദുആയിൽ യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് എനിക്ക് തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം എന്ന് തവസ്സുലാക്കിയിട്ട് ഡയറക്റ്റായി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത് പ്രാർത്ഥനയിലും മറ്റുമാണ്, സഹായാർത്ഥനയിലുമാണ്. ആവശ്യത്തിന് വിളിക്കുമ്പോ, വിഷയം പറയാൻ വേണ്ടി വിളിക്കുമ്പോ, ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി വിളിക്കുമ്പോ അനാദരവ് തോന്നിക്കുന്നൊരു വാക്കുപോലും മുത്തുനബി തങ്ങളോട് പാടില്ല. അതുകൊണ്ടല്ലേ ലാ തഖൂലു റായിനാ വഖൂലു ൻദുർനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ ചിലര് പറയാൻ തുടങ്ങി റായിനാ റായിനാ. ആ വാക്കിൽ ചെറിയൊരു ദുരർത്ഥമുണ്ട്. അതത്ര ബഹുമാനത്തിന്റെ വാക്കല്ല. അവർ പറയുന്നതിന്റെ താല്പര്യം ഞങ്ങളെയും കൂടി ഒന്ന് ഗൗനിക്കണം, ഞങ്ങളെയും കൂടി ഒന്ന് പരിഗണിക്കണം, തങ്ങളിത് പറഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്കും കൂടി ഒന്ന് മനസ്സിലാകണം. ഇതാണ് അവർ പറയുന്നത്. പക്ഷെ റായിന എന്ന് പറയുന്ന വാക്ക് ഒരു നേതാവിനോട് പറയാൻ പറ്റിയ വാക്കല്ല. അതൊരു തൊഴിലാളി മുതലാളിയോടോ അല്ലെങ്കിൽ തൊഴിലാളിയോട് മുതലാളിയോ ഒക്കെ മുന്നിൽ പോകുന്ന ആളോട് പിന്നിൽ പോകുന്ന ആളൊക്കെ പറയുന്ന സാധാരണ വാക്കാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പറ്റൂല. ആ പറയുന്ന റായിന എന്നുള്ള വാക്ക് ദേഷ്യം പിടിച്ചും പറയും, ചിലപ്പോൾ ചീത്ത പറയുകയും പറയും, ചിലപ്പോൾ ശ്രദ്ധിക്കാത്തോണ്ടൊക്കെ പറയും. തങ്ങളോട് പറയേണ്ടത് ഉൻദുർന, ഞങ്ങളെയും ഒന്ന് നോക്കണേ നബിയേ. പറയുന്ന വാക്കിൽ ദുരർത്ഥത്തിന്റെ ഒരു ശൈലി പോലും പാടില്ല. എന്തൊരു ബഹുമാനമാ തങ്ങൾക്ക് നൽകിയത്! ചെറിയ ബഹുമാനമല്ലല്ലോ. ഇനിയും പഠിക്കണം സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആനിൽ കാണാം അള്ളാഹു അവിടത്തേക്ക് നൽകിയ പ്രശസ്തി ചെറുതല്ല. ഏതെങ്കിലും നബിമാരെ കുറിച്ച് അനുയായികൾ വന്ന് കുറ്റപ്പെടുത്തുമ്പോ, ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിനോട് വന്നിട്ട് അനുയായികൾ പറഞ്ഞില്ലേ, ഹൂദേ ഇന്നാ ലനറാക ഫീ സഫാഹ, നീ ഒരു പോയത്തക്കാരനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വഇന്നാ ലനദുന്നുക മിനൽ കാദിബീൻ, നീ കള്ളം പറയുന്ന ആൾക്കാരെ കൂട്ടത്തിൽ പെട്ട ആളാണെന്നും മനസ്സിലാക്കുന്നു. ഉത്തരം പറയുന്നത് ആരാന്നറിയോ? ഹൂദ് നബി അലൈഹിസ്സലാമാണ്. യാ ഖൗമി ലൈസ ബി സഫാഹ വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ. ജനങ്ങളെ, എനിക്കങ്ങനെ ഒരു പോയത്തുമില്ല. ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ റസൂലാണ്. ഇതേ രൂപത്തിൽ ഓരോ നബിമാരോട് പറയുമ്പോഴും അവരുത്തരം പറയുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ ഉത്തരം പറയുന്നത് ആരാന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മറുപടിയും പറയാറില്ല. അറബികളെ കൂട്ടത്തിൽ വലിയ വാചാലനല്ലേ വലീദ്. വലീദ് തങ്ങളെ പറ്റി പറഞ്ഞല്ലോ,
പറഞ്ഞത് എങ്ങനെയാ പറഞ്ഞത്? കടുത്ത ഭാഷയിലല്ലേ? അവിടുത്തെ മജ്നൂൻ, ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ പോലും പറയാത്തൊരു വാക്ക്, ഒരു കാട്ടറബി പോലും പറയാത്തൊരു വാക്കല്ലേ സാഹിത്യം വിളമ്പുന്ന തുളുമ്പുന്ന പ്രഭാഷകനായ വലീദ് പറഞ്ഞത്. ജനങ്ങൾക്കിടയിൽ പേരും പെരുമയുമുള്ള വലീദ് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പ്രതികരിക്കൂല. അത് തങ്ങളുടെ സ്വഭാവവുമല്ല, അല്ലാഹുവല്ലേ പ്രതികരിച്ചത്. എങ്ങനെയാണ് അല്ലാഹു പ്രതികരിച്ചത്? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഖലമു തന്നെയാണ് സത്യം. വമാ യസ്തുറൂൻ, ആ ഖലമു നിരത്തുന്ന പേജുകൾ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തുന്ന രേഖകൾ തന്നെയാണ് സത്യം. മാ അന്ത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. വിമർശനത്തിന്റെ മറുപടിയാണ് ആദ്യം കൊടുക്കുന്നത്. റബ്ബ് അനുഗ്രഹിച്ചിട്ട് നബിയെ അവിടുന്ന് മജ്നൂനല്ലേ? അല്ല. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. ഈ വിമർശനത്തിന് തങ്ങൾക്ക് കയ്യും കണക്കുമില്ലാത്ത കൂലിയുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അവിടുന്ന് അതിമഹത്തായ സ്വഭാവത്തിന്റെ വക്താവാൻ. തങ്ങൾ ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ മുകളിലാണ്. അതിന്റെ മുകളിലേക്ക് കയറാൻ ഇവിടെ ആരും ഇല്ല. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ആ പ്രയോഗത്തിന് അങ്ങനെ ഒരു വിശദീകരണം മഹാന്മാർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അതിമഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുകളിലേക്ക് ഇനി വലിയൊരു സ്വഭാവം, ഒരു ഉദാത്തമായ സ്വഭാവം, ഇതിനേക്കാളും മെച്ചപ്പെട്ട സ്വഭാവം ലോകത്തിന് ഒരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഇത് പറഞ്ഞ അല്ലാഹു തആല നിർത്തിയോ? അല്ലാഹു തആല അവൻ ഓപ്പറേഷൻ ചെയ്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഒരു വിമർശനം വിമർശിച്ച ആളെ അല്ലാഹു വെറുതെ വിട്ടില്ല. ഇനിയും അങ്ങനെ വിമർശിക്കുന്നവർ ലോകത്ത് വന്നേക്കാം, കാര്യം തിരിയാതെ, അല്ലെങ്കിൽ താല്പര്യങ്ങളെ പിന്നിൽ നിന്നുകൊണ്ട്. ഇന്നുണ്ടല്ലോ പലരും അങ്ങനെ. മുസ്ലിം നാമധാരികളായ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. വസ്തുത ഉലമാ പറഞ്ഞിട്ടും കേൾക്കാതെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ, യുക്തിയും ബുദ്ധിയും ഒക്കെ ഉണ്ട് എന്ന് അവരെ പറ്റി പറയാൻ പറ്റൂല. കാരണം യുക്തിയും ബുദ്ധിയുള്ള ആൾക്കാരിൽ കൂടൂലല്ലോ, ഒന്നുമില്ലാത്തവരെന്ന് പറയാൻ നല്ലത്. എന്നിട്ട് അതിനനുസരിച്ച് നബി തങ്ങളെ വികലമായി ചിത്രീകരിക്കുന്ന, ഖുർആൻ വളച്ചൊടിക്കുന്ന, ദുർവ്യാഖ്യാനം ചെയ്യുന്ന, ഹദീസിന്റെ പൊരുളറിയാതെ ഹദീസിനെ വിമർശിക്കുന്ന ആളുകൾ, അവരോടൊക്കെയുള്ള മറുപടിയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് വാക്കെടുത്ത് വെച്ചിട്ട്, രണ്ടും വൈരുദ്ധ്യല്ലേ? ഇങ്ങനെ പറയുന്ന മനുഷ്യന്മാരെ പറ്റിയിട്ട് എങ്ങനെ ബുദ്ധി ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ, അവർക്കൊക്കെ ഉള്ള മറുപടിയാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ നോക്ക്, വലീദിനെ പറ്റി പറഞ്ഞത് ഫലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ നസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം. അവന്റെ 11 സ്വഭാവങ്ങളല്ലേ നിരത്തി വെച്ചത്, അവന്റെ ദുർഗുണങ്ങളല്ലേ അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. ഇത് പറഞ്ഞ ആള് ആരാണെന്ന്, അവന്റെ പേര് പറഞ്ഞാൽ അത് ഖുർആനിൽ പിന്നെ വായിക്കപ്പെടൂല, അത് വേണ്ട. അവന്റെ സ്വഭാവങ്ങളങ്ങ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തു. പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു ഉതുല്ലിൻ, അവനൊരു കൊടവേറനാണ്. എന്റെ പള്ളന്റെ സ്വഭാവം ഒരു കൊടവേറാണ് അവനുള്ളത്. ഇതിനൊക്കെ പുറമെ പറയട്ടെ, അവൻ ജാരസന്തതിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചത് കടുത്ത ഭാഷയായി പോയി എന്നുള്ളത് മറക്കരുത്. അതിന് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതികരണം ഇങ്ങനെയാണ്. മറ്റു നബിമാരൊക്കെ അവരെ ജനതയോട് പറഞ്ഞതിന് മറുപടി പറയലായിരുന്നു എങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞതിന് മറുപടി പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് പറഞ്ഞപ്പോഴേക്ക് അവന്റെ പേരും പെരുമയും സ്ഥാനമൊക്കെ പോയില്ലേ? സ്വകാര്യമായിട്ട് പറഞ്ഞതുകൂടി അല്ലാഹു തആല പരസ്യമാക്കിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്നിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ, മദീനത്തെ ഹറമെന്നിങ്ങനെ പോകുന്ന സമയത്ത് വഴിവക്കിൽ വെച്ച് ആസുബിന് വായിലിനെ കണ്ടപ്പോൾ, കൊടിയ മുശ്രിക്കാണ് ആസുബിന് വായിൽ. പക്ഷെ തങ്ങൾ ആരെ കണ്ടാലും ഒരു സൗഹൃദം പുലർത്തുന്ന രൂപത്തിൽ ഒന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ പിന്നാലെ വരുന്ന ആൾ ചോദിച്ചു ആസുബിന് വായിലിനോട്, നിങ്ങൾ ആരോടാ സംസാരിച്ചത്? അപ്പൊ അയാളോട് കാതോരം പറഞ്ഞ സ്വകാരാണ് കളിയാക്കി ചിരിച്ചുകൊണ്ട്, ഞാൻ ആ അബുത്തറിനോടാ സംസാരിച്ചത്. പുറത്തൊന്നും പറയാതെ ഞാൻ ആ അബുത്തറിനോട്, പരമ്പര മുറിഞ്ഞുപോയ ആളോടാ സംസാരിച്ചത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു ജല്ല ജലാലുഹുവിന് കൊടുത്ത മറുപടി എങ്ങനെ? ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഓ നബിയേ, തങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞൊരു വ്യക്തിയുണ്ട്.
തങ്ങൾക്കാണ് ഏറ്റവും അധികം ഗുണങ്ങൾ നാം തന്നത്, ഏറ്റവും അധികം അംഗങ്ങൾ തന്നത്, ഏറ്റവും അധികം സന്താനങ്ങൾ തന്നത്, ഏറ്റവും അധികം കുടുംബ പരമ്പര തന്നത്, ഏറ്റവും അധികം അസ്ഹാബിനെ തന്നത്, ഏറ്റവും അധികം സ്വഭാവങ്ങൾ തന്നത്, ഏറ്റവും അധികം നന്മകൾ തന്നത്, ഏറ്റവും അധികം സ്ഥാനങ്ങൾ തന്നത്, ഏറ്റവും അധികം മുജിസത്തുകൾ തന്നത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങൾക്ക് തന്നിരിക്കുന്ന സന്താനങ്ങൾ 1 2 10 അല്ല, അധികം സന്താനങ്ങളെ തന്നിരിക്കുന്നു. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് നബിയെ അങ്ങ് ശുക്റായിട്ട് അള്ളാഹുവിന് നിസ്കരിക്കണം, റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിസ്കരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി ബലിയർപ്പണവും അർപ്പിക്കണം. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തങ്ങൾക്കുള്ള ബഹുമതി പറഞ്ഞിട്ട്, തങ്ങൾക്കുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു മറുപടി കൊടുത്തത് കണ്ടോ? ഇന്ന ശാനിയക, തങ്ങളെ കുറ്റം പറഞ്ഞവൻ, തങ്ങൾക്ക് പേര് ദോഷം വരുന്ന രൂപത്തിൽ പറഞ്ഞ ആളില്ലേ, ഹുവൽ അബ്തറു, അവനാണ് ഗുണം മുറിഞ്ഞവൻ, അവനാണ് വാലറ്റവൻ. ആസുബിന് വായിലിന്റെ സന്താന പരമ്പര ആരെങ്കിലും പറയോ? എവിടെങ്കിലും ഉണ്ടോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളിലെ പേരക്കുട്ടികൾ ഇതാ നമ്മുടെ വേദിയിലുണ്ട്, നമ്മുടെ സദസ്സിലുണ്ട്, നമ്മുടെ നാടുകളിൽ വിവിധ രാജ്യങ്ങളിലുണ്ട്. അല്ലാഹുവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതേറ്റവും വ്യക്തമായൊരു ചിത്രമല്ലേ? ഇതിൽ വിമർശനം ഉന്നയിച്ച വിദേഹത്തുകാർ വരെയുണ്ട്. വിദേഹത്തുകാർക്കും അങ്ങനെ തന്നെ. വിദേഹത്തുകാരിൽ ഒരു പക്ഷം പറഞ്ഞു, അങ്ങനെ സയ്യിദന്മാർ സാദാത്തുക്കളില്ല, അവർ പരമ്പര മുറിഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായതോടുകൂടെ മുറിഞ്ഞു എന്ന് പറഞ്ഞു. ഇല്ല, മുറിഞ്ഞിട്ടില്ല. ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൂടെ പങ്കെടുക്കാത്ത 3 ആൺകുട്ടികളുണ്ട്, അവിടെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത. അവരിലൂടെ സന്താന പരമ്പര വന്നിട്ടുണ്ട്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ മകന് പേര് വെച്ചത്, ബാപ്പയുടെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് പേര് വെച്ചത് അലി എന്നാണ്. അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ മഹാനാണ് പിന്നീട് പിൽക്കാലത്ത് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ പ്രശസ്തനായ വലിയ സയ്യിദ്. ആ മഹാനുഭാവന്റെ പരമ്പരയിലൂടെ പിന്നെ സാദാത്തുക്കൾ ഇങ്ങനെ ഒഴുകുകയാണ് എല്ലാ ഭാഗത്തും. ആ മഹാനുഭാവന്റെ മഹത്വങ്ങളൊക്കെ പിൽക്കാലത്ത്, ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഈ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട്, കർബലയൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് രാജ്യം ഭരിക്കുമ്പോൾ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന ചെറിയ തങ്ങളുട്ടി ഹജ്ജിന് വന്നപ്പോൾ മതാഫിൽ നിന്ന് ആളുകളൊക്കെ വഴിമാറിക്കൊടുക്കുകയാണ്. ഹജറുൽ അസ്വദിന്റെ ഭാഗത്തും ആർക്കെങ്കിലും വഴിമാറിക്കൊടുക്കോ? അപ്പുറത്തെ ഹജ്ജാജ് വന്നിട്ടുണ്ട് ഇഹ്റാം ചെയ്തിട്ട് വേഷത്തില്. അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വരുമ്പോ എല്ലാരും വഴിമാറിക്കൊടുക്കുകയാണ്. അപ്പൊ ഹജ്ജാജിനോട് ഒരാൾ സ്വകാര്യം ചോദിച്ചു, അതാരാ ആള്? സ്വാഭാവികമായിട്ട് ചോദിക്കൂലേ, അതാരാ ആള്? കാരണം രാജാവ് അപ്പുറത്ത് നോക്കുമ്പോ രാജാവിന് ആരും വഴിമാറി കൊടുത്തു. രാജാവ് കൂട്ടത്തിൽ ഒരാളെ പോലെ ഇങ്ങനെ തവാഫ് ചെയ്യുന്നേ. ആ ആള് വരുമ്പോ, ചെറുപ്പക്കാരനായ ഒരു കുട്ടി വരുമ്പോ ആരാ മാറിക്കൊടുക്കുന്നത്? ആരാ? പൊതുവെ ആളുകൾ ചോദിക്കൂല. എല്ലാവരും ഇങ്ങനെ എണ്ണിരുന്നപ്പോ ഒരു സദസ്സിലേക്ക് ഒരാൾ കയറി വന്നപ്പോ എല്ലാവരും അതാരാ? അത് വലിയൊരു തങ്ങളുട്ടിയാണ്. ആ തങ്ങളാ? അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലാക്കൂലേ. ഇതാരാന്ന് ചോദിച്ചപ്പോ ഹജ്ജാജിനെ അറിയാം. പക്ഷെ ഹജ്ജാജ് പറഞ്ഞു എനിക്കറിയില്ല. കാരണം ഹജ്ജാജിന്റെ സ്ഥാനം കുറഞ്ഞു പോകുന്ന അർത്ഥത്തില് ഹജ്ജാജ് പറഞ്ഞു എനിക്കറിയില്ല. അപ്പുറത്തുണ്ട് ലോകപ്രശസ്തനായ ഒരു കവി ഫറസ്ദഖ്. ഫറസ്ദഖ് നിന്ന നൃത്തത്തിൽ അറിയില്ലേ നിങ്ങൾക്ക്? എന്നാ ഞാനങ്ങ് അറിയിച്ചു തരാം. ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാഉ വത്അതഹു വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു ഹാദാ ഇബ്നു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമി ഹാദാ ഇബ്നു ഫാത്തിമത ഇൻ കുൻത ജാഹിലഹു ഹാദാ ഇബ്നു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമി മിൻ മഅശരിൻ ഹുബ്ബുഹും ദീനും വബുഗ്ദുഹും കുഫ്റുൻ വഖുർബുഹും മുൻജിൻ വമുതസമൂ. നീണ്ട പദ്യങ്ങൾ, 2-3 ഒന്നല്ല, 10-18 വരികൾ നിന്ന നൃത്തത്തിലാണ് പാടിയിട്ട് മതാഫിലെ ആളുകളൊക്കെ ഫറസ്ദഖിന്റെ ആ കവിത കേട്ടിട്ട് ആളുകളൊക്കെ ഇങ്ങനെ ആവേശത്തോടെ നോക്കുകയാണ്. ആ കൂടിയ മുഴുവൻ ആളുകൾക്കും ഫറസ്ദഖ് എന്ന കവി ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന പൗത്രൻ, ആ പൗത്രന്റെ മഹത്വങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇത് ആരാന്നറിയോ നിങ്ങൾക്ക്? ഈ കാണുന്ന
കഅബയും ഈ കാണുന്ന ഹില്ലും ഹറമും ഈ താഴ്വരയും ഒക്കെ ഈ വന്ന മഹാൻ അറിയും, എല്ലാവരും അറിയും. ഈ വന്ന മഹാന്റെ ചവിട്ടടി അറിയാത്ത മൺതരി പോലും ഇവിടെ ഇല്ല, എല്ലാവരും അറിയും. ഈ കുട്ടിയുടെ ഉപ്പാപ്പയെ കൊണ്ടാണ് അമ്പിയാക്കൾക്ക് അല്ലാഹു പരിസമാപ്തി നൽകിയത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പൗത്രനാണിത്. മിമ്മഅശരിൻ ഹുബ്ബുഹും ദീനും, സമൂഹത്തിൽ നിന്ന് അവരെ സ്നേഹിക്കൽ ദീനാണ്. വബുഗ്ളുഹും കുഫ്റുൻ, അവരോട് വിരോധം വെക്കൽ കുഫറാണ്, സത്യനിഷേധമാണ്. ഒരൊറ്റ സയ്യിദിനോടും വിരോധം വെക്കാൻ പാടില്ല, വെറുപ്പ് വെക്കാൻ പാടില്ല, ബഹുമാനിക്കണം, സ്നേഹിക്കണം. ആ സ്നേഹ ബഹുമാനം കൊണ്ട് അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. അവരോട് അടുക്കൽ, അവരോട് സമീപിക്കൽ മുൻജിൻ വമുഅ്തസമു, അത് രക്ഷപ്പെടുത്തുന്നതും വലിയ കാവൽ നൽകുന്നതുമാണ്. ഇത് പറഞ്ഞപ്പോ ഹജ്ജാജിന് രസിച്ചില്ല. ഹജ്ജാജ് പറഞ്ഞ ഫറസ്ദക്കിനോട് അനക്ക് ഞാൻ തരാം, ഹജ്ജ് കഴിയട്ടെ നിനക്കാൻ തരാം, പക വിട്ടാനേ, കാരണം ഇത്രയും പറഞ്ഞില്ലേ. അപ്പൊ ഫറസ്ദക്ക് പറഞ്ഞു നീ തോന്നുന്നത് ചെയ്തു, കാരണം സത്യം മൂടി വെക്കാനൊരു നിലക്ക് എന്നെ കിട്ടൂല. ഫറസ്ദക്ക് എന്ന കവി എത്ര വലിയ അനുഗ്രഹീതനാണ്. ആ കവി പരിചയപ്പെടുത്തിയത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വത്തെയല്ലേ. അതെങ്ങനെ ലോകത്ത് നിലനിന്നു പോവുകയാണ്. നിങ്ങൾ നോക്ക്, സ്വകാര്യമായിട്ട് ആസുബിന് വായിൽ പറഞ്ഞതുകൂടി അല്ലാഹു തആല വെളിച്ചപ്പെടുത്തിയിട്ടൊരു സൂറത്ത് അല്ലാഹു ഇറക്കിയില്ലേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം എത്ര വലുതാണ്. ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ നിന്ന് കാരണവന്മാർക്ക് ഇടയിൽ മാത്രം അബൂലഹബ് പറഞ്ഞതല്ലേ തബ്ബല്ലക്കാന്ന്. ലോകം മുഴുക്കെ അല്ലാഹു തആല അതിന്റെ പ്രതിഷേധം പരത്തി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അല്ലാഹ് അങ്ങനെ വിമർശിക്കാൻ പാടുണ്ടോ എന്നാ ചില ആൾക്കാർ ചോദിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ആര് എതിർത്ത് പറഞ്ഞാലും എക്കാലത്തേക്കുള്ള മറുപടിയാണ്. അത് ആ ഒരു അബൂലഹബിന് മാത്രം ബാധകല്ല. ഇപ്പോഴും തോന്നുന്നു, ഇപ്പോഴും ഉണ്ടാവും അബൂലഹബുമാര്. ഇത് കേട്ടിട്ടെങ്കിലും ഓരോന്ന് തകർന്നു പോട്ടെ, അവരെ മനസ്സൊന്ന് ദുഷ്കായി പോട്ടെ, അല്ലെങ്കിൽ നന്നായി വന്നോട്ടെ, രണ്ടാലൊരു നിലക്കാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. അന്ന് പറഞ്ഞൊരു വാക്ക് തബ്ബല്ലക എന്നുള്ള ആ ഒരു വാക്കിന്റെ പിന്നെ അബൂലഹബിന് പിന്നൊരു ഉയർച്ച കിട്ടിയിട്ടില്ല, പിന്നൊരു വളർച്ചയും ഒരു സ്ഥാനവും കിട്ടിയിട്ടില്ല. ഖുറൈശികളുടെ വലിയ കാരണവരല്ലേ, വലിയ നേതാവല്ലേ അബൂലഹബ്. അബൂലഹബിന്റെ അവസ്ഥ, ദുരന്തം എത്രമാത്രം വലിയ ദുരന്തമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ നേതാക്കളിൽ അബൂലഹബ് മാത്രമൊന്നുമല്ല അവിടെ ഉള്ളത്. മക്കയിലെ ഗോത്ര നേതാക്കന്മാർ മുഴുവനും വന്നിട്ടുണ്ട് ജബൽ അബീ ഖുബൈസിന്റെ മുകളിലേക്ക്. പക്ഷെ പ്രതികരിച്ചതൊരു അബൂലഹബ് മാത്രമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മറുപടിയും പറഞ്ഞില്ല. തങ്ങൾ അന്ന് രാവിലെ ഈ വിഷയം പറഞ്ഞെങ്കിൽ വൈകുന്നേരമായപ്പോൾ അബൂലഹബിന്റെ വീട്ടിലേക്ക് പിന്നെയും പോയി. കാരണം തങ്ങളെ ദഅവത്ത് എന്താ, തങ്ങളെ മാർഗം എന്താ? അബൂലഹബ് ബാപ്പാൻ്റെ ഒരു സഹോദരനാണ്, മൂത്താപ്പയാ. അബൂലഹബ് ഉൾക്കൊണ്ട് വന്നാൽ ആ കുടുംബം, അതുപോലെ തന്നെ അംഗീകരിക്കുന്ന ആളുകൾ, അവരൊക്കെ ഉൾക്കൊണ്ട് സലാമത്താകൂലേ. തങ്ങൾ ആ ഒരു ദർശനവുമായിട്ട് വൈകുന്നേരം പിന്നെയും പോയി. വൈകുന്നേരം എത്തിയപ്പോൾ അബൂലഹബിന് മനസ്സിലായി. അബൂലഹബ് അത് മാത്രമല്ല, അമ്പിയാക്കളുടെ ദീനീ ദഅവത്ത് അങ്ങനെയാണല്ലോ. ഇന്നീ ദഅവത്ത് ഖൗമി ലൈലം വനഹാറ രണ്ടും ഉണ്ടല്ലോ. ആ രണ്ട് മാർഗങ്ങളും തങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. രാത്രി പോയിട്ട് അബൂലഹബിനോട് പറഞ്ഞു, ഞാൻ ആ രാവിലെ പറഞ്ഞ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അബൂലഹബ് ചിന്തിച്ച അതല്ല, രാവിലെ പറഞ്ഞ തെറ്റായിപ്പോയി എന്ന് ക്ഷമാപണം നടത്താൻ വേണ്ടി വന്നതാണെന്ന് കരുതിയത്. പക്ഷെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ പറഞ്ഞത് ജനങ്ങളുടെ ഇടയിലാകുമ്പോൾ ഒരു പക്ഷെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നാ ഒറ്റക്കൊന്ന് പറഞ്ഞെന്നാലും ഒരു പക്ഷെ അങ്ങനെ കേൾക്കൂല. അങ്ങനെ ഉണ്ടല്ലോ ചിലർ, ആൾക്കാരെല്ലാവരുടെ ഇടയിൽ വെച്ചാകുമ്പോൾ ചിലപ്പം കേൾക്കൂല. സ്വകാര്യമായിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ഒരു പെട്ടെന്ന് ഉൾക്കൊള്ളും. ഈ രണ്ട് ശൈലി ഉണ്ടല്ലോ. അതുകൊണ്ട് തങ്ങൾ അത് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ അതൊന്നുകൂടി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്ക് കലി കയറി ഊക്ക് കൂടിയിട്ട് പറഞ്ഞു, വല്ലാഹി ലാ ഊമിനു ബിക ഹത്താ യൂമിന ബിക ഹാദൽ ജദിയു. ഈ ഒരു വർഷം തികയാത്ത ഈ പിച്ച വെച്ച് നടക്കുന്ന ആട്ടിൻകുട്ടിയില്ലേ, ഈ കുട്ടി നിന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ വിശ്വസിക്കൂല. അപ്പൊ നബി തങ്ങൾക്ക് എളുപ്പമായി. കാരണം അബൂലഹബിനെ അറിയുന്നതിനേക്കാളും ആട്ടിൻകുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാലോ. ആട്ടിൻകുട്ടിയോട് ചോദിച്ചു, ഞാൻ ആരാണ്? ആട്ടിൻകുട്ടി അതാ പറയുന്നത്, അന്ത അബ്ദുല്ലാഹി വറസൂലുഹു ജഅലകല്ലാഹു ഖാതിമൻ ലിന്നബിയ്യീൻ. അവിടുന്ന് അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അല്ലാഹു തആല തങ്ങൾ അംബിയായിനെ ഖാത്തിമാക്കിയിരിക്കുന്നു, അവസാനത്തെ നേതാവാക്കിയിരിക്കുന്നു. ഇതങ്ങ് കേട്ടപ്പോ അബൂലഹബ് ഉള്ളിലേക്ക് പോയി അരിശം തീരാഞ്ഞിട്ട് കത്തിയെടുത്തു കൊണ്ടുവന്നിട്ട് ആ ആട്ടിൻകുട്ടിയുടെ കൈകളങ്ങ് മുറിച്ചു മാറ്റി. അതുകൊണ്ടാണ് അള്ളാഹു കൈ പ്രത്യേകം എടുത്തു പറഞ്ഞത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്.
കൈ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ അബൂലഹബിന് മാത്രമല്ല കുടുംബത്തിന് മൊത്തല്ലേ അതിന്റെ ഭാരമേറ്റത്. കാരണം കുടുംബം മൊത്തം ഇതേ വിഷയത്തിലുള്ള ആളുകളാണ്. മക്കളിൽ നിന്ന് ഒരു സഹായവും അബൂലഹബിന് കിട്ടിയിട്ടില്ല. ഈ ഒരു വിമർശനത്തിന്റെ പേരിൽ വിമർശിക്കുന്നവർ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം ഇടിച്ചു താഴ്ത്തുന്നവര് അബൂലഹബിന്റെ അന്ത്യം പോലത്തെ അന്ത്യം സൂക്ഷിക്കണം, പേടിക്കേണ്ടതുണ്ട്. അബൂലഹബിന് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ഉപകരിച്ചിട്ടില്ല. മക്കളുണ്ട്, ഉപകരിച്ചിട്ടില്ല. ബദർ യുദ്ധാനന്തരം അബൂലഹബ് ഇങ്ങനെ മക്കത്തെ ഹറമിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോ അബൂലഹബും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ നിരാശയുടെ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയാൻ നേതാക്കളൊക്കെ പോയല്ലോ. അപ്പൊ കൂട്ടത്തിൽ യുദ്ധത്തിൽ സംബന്ധിച്ച മുശ്രിക്കുകളുടെ പക്ഷത്തുള്ള ഒരാൾ പറഞ്ഞു, അവിടെ ഞാൻ കുറെ കറുപ്പും വെളുപ്പും ഇങ്ങനെ കണ്ടു എന്നാണ്. കറുപ്പും വെളുപ്പും എന്നാണ് ഓരോ കാഴ്ചയിൽ. അപ്പൊ അവിടെ കഅബ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അടിമയുണ്ട്, ഒരു പാവപ്പെട്ട അടിമ, അബൂറാഫി എന്ന് പറയും. അബൂറാഫി തല ഉയർത്തിയിട്ട് പറഞ്ഞു, തിൽക്കൽ മലായിക്ക, ആ കറുപ്പും വെളുപ്പും എന്ന് പറഞ്ഞാൽ മലക്കുകളാണ് എന്ന് പറഞ്ഞു. കറുപ്പും വെളുപ്പും കണ്ടു എന്ന് പറഞ്ഞാൽ അത് മലക്കുകളാണ് എന്ന് പറഞ്ഞപ്പോ അബൂലഹബ് ചാടി, നീ ആരാത് പറയാ? ആ അടിമയെ നിലത്തിട്ട് പൊതിരെ തല്ല. ഒരൊറ്റ അടിക്ക് അബൂറാഫി വീണ ഒരു പാവപ്പെട്ട അടിമേൻ. ഇതിങ്ങനെ തല്ലുന്ന നേരത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മുൽ ഫദ്ൽ ബീവി ഇത് വീട്ടിൽ നിന്ന് കണ്ടു അബൂറാഫിനെ തല്ലുന്നത്. ഓടി വന്നു. അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങളിൽ നിന്ന് അടി കിട്ടുക അതിൻ്റെ ഒരു കഥ എന്തായിരിക്കും? ഉമ്മുൽ ഫദ്ൽ ബീവി ഓടി വന്നിട്ട് ഒരു മരക്കഷ്ണം കൊണ്ട് കൊടുത്തു അബൂലഹബിന്റെ തലക്കുറ ഒറ്റ അടി. എന്താ നീ മനസ്സിലാക്കി വെച്ചു? ആരും ചോദിക്കാനും പറയാനില്ല എന്ന് കരുതിയിട്ടാണോ ഈ അടിമയെ മർദ്ദിക്കുന്നത്? ഒരു കാര്യം അറിഞ്ഞോ, ഞങ്ങളൊക്കെ എന്നോ ആ നബി അംഗീകരിച്ചിട്ടുണ്ട്. ഉമ്മുൽ ഫദ്ൽ ബീവി പറഞ്ഞു, ഞങ്ങളൊക്കെ എന്നോ അംഗീകരിച്ചിട്ടുണ്ട്, നിനക്കൊന്നും അംഗീകരിക്കാനായിട്ടില്ല, നീ അടിമയെ വെറുതെ ക്രൂശിക്കുകയാണല്ലേ. ആ തലക്ക് നല്ലോണം ആഴത്തിൽ പരിക്ക് പറ്റി. അബൂലഹബ് പിന്നെ ഔട്ടായി, പുറേ പോയി കിടത്തത്തിലായി. പിന്നെ ശരീരം ഇങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങി. പല ഭാഗത്തുനിന്നും മാംസങ്ങൾ, തൊലിയും രക്തവും ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പിളർന്നിങ്ങനെ വരിക. രോഗം പിന്നെ അങ്ങനെയായി മാറി, വാസനിക്കാൻ തുടങ്ങി. ഒരൊറ്റ മക്കളും ഒരൊറ്റ കുടുംബത്തിൽ ഒരംഗം പോലും അബൂലഹബിനെ ചികിത്സിച്ചിട്ടില്ല. വാസന ഇങ്ങനെ ഊക്കൂടി വന്നപ്പോ കാരണവന്മാര് വന്നിട്ട് മക്കളോട് പറഞ്ഞു, നമ്മളെ നേതാവാണ്, നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യരുത്. അപ്പൊ മക്കളും കുടുംബമൊക്കെ ആ ശരീരത്തെ ഒരു റൂമിലാക്കിയിട്ടാണ് പൂട്ടിയിട്ടു. അല്ലാഹു തആല പറഞ്ഞില്ലേ, മാ അഗ്നാൻഹു മാലുഹു വമാ കസബ്, സമ്പത്തും സമ്പാദ്യവും ഉപകരിക്കൂല. സഹോദരങ്ങളെ, മരണമടഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് ദുർഗന്ധവാസന പുറത്തേക്ക് വന്നിട്ട് പുറത്തുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞു, മരണപ്പെട്ടിട്ടുണ്ട്, എന്തോ ഒരു വാസന വരുന്നുണ്ട്, നിങ്ങൾ നോക്കി. തുറന്നു നോക്കുമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ശരീരമൊക്കെ ഇങ്ങനെ അഴകിപ്പിഴകി കിടക്കുന്നുണ്ട്. ആ ശരീരത്തെ ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കഫൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഖബർ കുഴിച്ച് മറമാടിയിട്ടുണ്ടോ? ഇല്ല. ഒരു കൂലിപ്പണിക്കാരനെ വിളിച്ച് ചില്ലറ ദിർഹം കൂലി കൊടുത്തിട്ട് ഇതൊന്ന് കൊണ്ടുപോയി എവിടെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ആ ശരീരം ഒരു പലകയിൽ അങ്ങനെ കൊണ്ടുപോയി വീയാറായൊരു മതിലിനോട് ചേർത്തി വെച്ചിട്ട് ആ മതിൽ അതിന്റെ മുകളിലേക്ക് അങ്ങ് ഇടിച്ചിട്ടു. ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, സമ്പാദ്യമായ മക്കളുണ്ട്, ഉപകരിക്കൂല. കാരണം അന്ന് പറഞ്ഞൊരു വാക്കാണ് തബ്ബല്ലക് അലിഹാദാ ദഅഉതനാ. ആ വാക്ക് ഒരു ചില്ലറ വാക്കല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു കാട്ടറബി പോലും പറയില്ല ആ വാക്ക്. പിന്നെ എങ്ങനെയാണ് അബൂലഹബ് പറയാ? നിങ്ങൾ നോക്ക്, അല്ലാഹു തആലാന്റെ പ്രതികരണം ഇങ്ങനെ മാത്രമാണോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആനിന്റെ സ്ഫുടമായ ഓത്ത് കേട്ടിട്ട് ചിലരൊക്കെ കൊതിച്ചുപോയി, ചിലരൊക്കെ ചിന്തിച്ചുപോയി. ഇത് ഒരിക്കലും ഒരു കവിതയുടെ രൂപത്തിലല്ല, ഒരു നോവലിന്റെ രൂപത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് അള്ളാഹു മറുപടി കൊടുത്തില്ലേ, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. അവിടത്തേക്ക് നാം അങ്ങനെ കാവ്യം പഠിപ്പിച്ചിട്ടില്ല, നോവൽ പഠിപ്പിച്ചിട്ടില്ല.
തങ്ങൾക്കത് യോജിച്ചതുമല്ല. ഓതുന്നത് വ്യക്തമായ ഖുർആനാണ്, അള്ളാഹുവിന്റെ ഉത്ബോധനമാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. എന്ത് ആര് എവിടുന്ന് വിമർശിച്ചോ ഉടനടി അള്ളാഹു മറുപടി കൊടുത്തിട്ടുണ്ട്. മുർസലല്ല, തങ്ങൾ റസൂലല്ല എന്ന് വാദം പറഞ്ഞില്ലേ ചിലര്? അല്ലാഹു തആല പറഞ്ഞില്ലേ, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഏതെങ്കിലും ഒരു കിതാബ് സത്യം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നബിന്റെ റിസാലത്ത് അല്ലാഹു സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തമാണ്, ലോകത്ത് മറ്റാർക്കും ഇല്ല. ഖുർആൻ സത്യം ചെയ്തിട്ടല്ലേ അല്ലാഹു പറഞ്ഞത് ഇന്നക ലമിനൽ മുർസലീൻ. വിമർശനത്തിലുള്ള മറുപടിയാണ് ഇന്നക ലമിനൽ മുർസലീൻ. നിശ്ചയം അവിടുന്ന് മുർസലീങ്ങളിൽ പെട്ട ആള് തന്നെയാണ് നബിയേ, സന്ദേഹത്തിനൊരു പഴുതുപോലും ഇല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു, വൈലൻ ജഅലഹു ഫിൽ ഖുലൂബി ബിഹൈതു യസ്തതീബൂന ദിക്റുഹു. പറയുമ്പോ മനസ്സിലൊരു സന്തോഷം വരുന്ന രൂപത്തിൽ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ആക്കി. നബി തങ്ങളെ ഒന്ന് പറഞ്ഞാൽ, മദ്ഹ് പറഞ്ഞാൽ മനസ്സിനെന്തൊരു കുളിരാണ്, മനസ്സിനെന്തൊരു സന്തോഷമാണ്. പറയുന്നത് കേട്ടാൽ എന്തൊരു സന്തോഷമാണ്. തങ്ങളെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എന്തൊരു സന്തോഷമാണ്. എന്നിട്ട് അതിന് തെളിവും പറഞ്ഞു, സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ശരിക്ക് ഈമാനും അമലുമുള്ള ആളുകൾ അവരെ കൽബിലൊരു സന്തോഷം വരും. എന്താണ് ആ സന്തോഷം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുക, തങ്ങളെ പ്രകീർത്തിക്കുക മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു ലഹരിയാണ്. മരണമാസന്നമായ സമയത്തും ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഗദൻ നൽഖൽ അഹിബ്ബാ മുഹമ്മദൻ വസ്വഹ്ബാ. ദുനിയാവെന്ന് ഇവിടെ പറയുന്നത് കൊണ്ട് എനിക്ക് വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ. നാളെ ഞാൻ എൻ്റെ പ്രിയക്കാരെ കണ്ടുമുട്ടും. ആരാണ് എൻ്റെ പ്രിയക്കാരെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തുമാണ്. എല്ലാ രാത്രിയിലും ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു കിടപ്പറയിലേക്ക് വരുമ്പോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാതെ, സ്വഹാബത്തിനെ പറയാതെ ഉറങ്ങാറില്ല. ആ പറച്ചിലൊരു ഹോബിയാണ്, ഒരു സന്തോഷമാണ്, ഒരു സുഗന്ധമാണ്. പറഞ്ഞിട്ട് മഹാനവറുകൾ പറയും, ഹും അസുലീ വ ഫസുലീ. ആ നബിതങ്ങളും സ്വഹാബത്തും അവരെന്റെ അവലംബമാണ്, എന്റെ ആശ്രയമാണ്. വഇലൈഹിം യഹിന്നു ഖൽബി. എന്റെ ഖൽബ് അവരിലേക്ക് വമ്പുന്നു. ത്വാല ശൗഖി ഇലൈഹിം. അവരിലേക്ക് അവരെ കാണാൻ എന്റെ കൊതി ദീർഘിച്ചിട്ടുണ്ട്. ഫഅജ്ജിൽ റബ്ബി ഖബ്ലി ഇലൈക്. റബ്ബേ, നിന്നിലേക്ക് എന്റെ പിടുത്തം, എന്നെ നീ സ്വീകരിക്കുന്നത് വേഗത്തിലാക്കി തരണേ. എല്ലാവരുടെ കൈകളിലേക്കും ഈ അതിമഹത്തായ സദസ്സിൽ വെച്ച് സംഘാടകർ കവർ തരുന്നുണ്ട്. എല്ലാവരും ഇവിടെയുള്ള നമ്മുടെ കൂട്ടുകാരുടെ സംഘാടകരുടെ അവസ്ഥകളൊക്കെ പരിഗണിച്ച് ദീനിന് ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടുകൂടെ നന്മ നിറഞ്ഞ നല്ല സംഭാവനകൾ കൊടുത്തയക്കണം. എല്ലാവരും സഹകരിക്കണം, ആരും പുറകോട്ട് പോകരുത്. ഇവരിവിടെ ഉദ്ദേശിക്കുന്ന ദീനിൻ്റെ സംരംഭങ്ങളൊക്കെ അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. നല്ല നിയ്യത്തോടുകൂടെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ, നേതാക്കളുടെ പിന്തുണയോടെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എടുക്കുന്ന ഖിദ്മത്ത് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയും ഒരു പിൻബലം അതിൻ്റെ പിന്നിലുണ്ടാകണം. അത് ഈ സൂറത്തു ശർഹുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് നല്ലൊരു ആത്മധൈര്യം കിട്ടാൻ നന്മ നിറഞ്ഞ സംഭാവനകൾ സഹോദരിമാരെല്ലാവരും കൊടുക്കണമെന്ന് ഇടയിൽ വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്തിങ്ങനെ വിശദീകരിച്ചിട്ട് അവസാനം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടുത്തെ പറയുക എന്നുള്ളത് മനസ്സിനൊരു ത്വീബാണ്, ഒരു സുഗന്ധമാണ്. ആ പറച്ചിൽ കൊണ്ട് എത്ര വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുക, തങ്ങളെ പറയാൻ സമ്മതം ചോദിച്ചില്ലേ സ്വഹാബത്ത്? ചോദിച്ചു. പറഞ്ഞ് ആ മഹത്വം പറഞ്ഞിട്ട്, മദ്ഹ് പറഞ്ഞിട്ട് തങ്ങൾക്ക് സന്തോഷമായില്ലേ? സന്തോഷമായി. ഇഷ്ടായില്ലേ? ഇഷ്ടായി. മഹത്വം കിട്ടിയില്ലേ? കിട്ടി. എമ്പാടുണ്ട്. അത് വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയൂല. ബഹുമാനപ്പെട്ട സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നു, മദീനയിൽ വന്നു. നേരത്തെ ജ്യോത്സ്യന്മാരിൽപ്പെട്ട ആളായിരുന്നു സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ, നബിയെ,
എനിക്കൊരു വാക്ക് പറയാനുണ്ട്, തങ്ങൾ കേൾക്കുമോ? സഹാബത്തൊക്കെ ചുറ്റുമുണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. മഹാനവർകൾ അവിടുന്ന് പറഞ്ഞു, ഫഅശ്ഹദു അന്നല്ലാഹ ലാ ശൈഅ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി വഅന്നക അദ്നൽ മുർസലീന വസീലതൻ ഇലല്ലാഹി യബ്നൽ അക്റമീനൽ ലതായിബി فمرنا بما يأتيك من وحي ربنا وإن كان فيما جئت شيب الذوائب وكل شفيئا يوم لا ذو شفاعة بمغن فتيلا عن سواد بن قاربه. ഈ മദ്ഹങ്ങ് ചൊല്ലിയപ്പോൾ ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സന്തോഷം കൊണ്ട് തങ്ങൾ പുഞ്ചിരിച്ചു. പുഞ്ചിരിക്കുക മാത്രമല്ല, അവിടുത്തെ മദ്ഹ് ചെയ്തതിന് ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു വലിയ സന്തോഷം കൊടുത്തില്ലേ? കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ അടുത്ത് വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഞാനൊന്ന് പറയുന്നത് തങ്ങൾ കേൾക്കുമോ? പറഞ്ഞോളൂ കഅബേ, പറഞ്ഞോളൂ. ഉടനെ പറഞ്ഞു, കുല്ലു ബിനി ഉൻസാ وإن طالت سلامته يوما على آلة حدباء محمول بانت سعاد فقلبي اليوم مطبول متيم نسرها لم يفد مكلول نبيت أن رسول الله أوعدني والعفو عند رسول الله مأمول إن الرسول لسيف يستضاء به مهند من سيوف الله مسلول في عصبة من قريش قال قائلهم ببطن مكة لما أسلموا زولوا. ഈ വരികളൊക്കെ കേട്ടപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ചു. അവിടുത്തെ ശരീരത്തിൽ പുതച്ചിരുന്നൊരു പുതപ്പ് മഹാനവറുകൾക്ക് സമ്മാനമായി കൊടുത്തു. അങ്ങനെയല്ലേ സമ്മാനം കൊടുത്തു വരുന്ന സ്വഭാവമുണ്ടായത്. കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹയാത്ത് കാലത്ത് മുആവിയത്ത് ബിൻ അബീ സുഫ്യാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട്, എത്ര വില വേണമെങ്കിലും തരാം കഅബേ, അതെനിക്ക് തരുമോ? കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തരില്ല, അതെനിക്ക് കിട്ടിയൊരു അംഗീകാരമാണ്. വഫാത്തിന് ശേഷം കുടുംബങ്ങളിൽ നിന്ന് മഹാനവറുകൾ അത് വാങ്ങി, ഉയർന്ന വില കൊടുത്തു വാങ്ങി. ഇതിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബക്കാർ അത് കൊടുത്തു. പിന്നീട് അബ്ബാസിയ ഭരണകാലത്ത്, ഉമവിയ ഭരണകാലത്തൊക്കെ അന്നത്തെ ഖത്തീബുമാർ ഖുതുബ ഓതുമ്പോ അത് തോളിലൊരു ഷാളായിട്ട് അവർ പൊതിച്ചിരുന്നു. വെള്ളിയാഴ്ചകളിലും അതുപോലെ തന്നെ പെരുന്നാളുകളിലും അത് പൊതിച്ചിരുന്നു. പിന്നീട് അറേബ്യൻ ലോകത്ത് താർത്താരികളുമായി വലിയ സംഘട്ടനമുണ്ടായി. അന്നത്തെ കാലത്ത് ഒരുപാട് തിരുശേഷിപ്പുകൾ അവ കാണാതെയായി പോയി. ആ കൂട്ടത്തിൽ ഈ പുതപ്പും പെട്ടുപോയി. അബ്ബാസ് റളിയല്ലാഹു അൻഹു അവസാനം തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ചോദിച്ചു, നബിയേ അംദഹുക, ഞാൻ അങ്ങയൊന്ന് പ്രശംസിക്കട്ടെ? അല്ലേ പ്രശംസിക്കാൻ പറഞ്ഞത്, ഞാനൊന്ന് പ്രശംസിക്കട്ടെ നബിയേ? പ്രശംസിച്ചോളൂ അബ്ബാസ്. ലാ യഫ്ലുലില്ലാഹു ഫകാ. നിങ്ങളെ തൊള്ളക്ക് നിങ്ങളെ വായക്കൊരു തകരാറും വരൂല, ഒരു കുഴപ്പവും വരൂല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്ന നാവ്, ആ മദ്ഹ് പറയുന്ന വായ, തൊള്ള ഏറ്റവും നല്ല വിശുദ്ധിയുള്ളതാണ്. അതിനൊരു കേടുപാടും പറ്റൂല, ഒരു അസുഖവും വരൂല, ഒരു പല്ലിന്റെ രോഗവും പോലും വരൂല. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. മഹാനവർകൾ മദ്ഹ് പാടിയില്ലേ? തങ്ങൾ കേൾക്കെ തന്നെ, വഅന്തലമ്മ വുലിത്ത അശ്റഖത്തിൽ അർളു വലാഅത് ബിനൂരിക്കൽ ഫുഖൂ. തങ്ങളങ്ങ് ജനിച്ചപ്പോ പ്രാപഞ്ചിക ലോകം മുഴുവനും പ്രകാശം പരത്തി. ഫനഹനു ഫീ ദാലികൽ ലിയാഇ വഫിൻ നൂരി വസുബുലർ റശാദി നഖ്തരിഖൂ. ആ വെളിച്ചം സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ മദ്ഹും കേട്ടു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നാബിഗത്തുൽ ജാദി റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ പേര് ഖൈസ് എന്നാണ്, അല്ലെങ്കിൽ ഹിബ്ബാൻ എന്നാണ്, രണ്ടാലൊരു പേരാണ്. മഹാനവറുകൾ മദ്ഹ് പാടാൻ വേണ്ടി നബി തങ്ങളെ മുന്നിൽ വന്നു. എന്നിട്ടങ്ങ് പാടി, അത്തൈതു റസൂലല്ലാഹി ഇദ് ജാഅ ബിൽ ഹുദാ വയത്ലു കിതാബൻ കൽ മജറത്തി നയ്യിറാ
بلغنا السماء مجدنا وجدودنا وإنا لنرجو فوق ذلك مظهرا ولا خير في حلم إذا لم تكن له بوادر تحمي صفوه أن يكدرا. മദഹങ്ങനെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജത്ത, നന്നായിട്ടുണ്ട്, വളരെ ഉഷാറായിട്ടുണ്ട്. ലാ യഫ്ലുദില്ലാഹു ഫകാ, നിങ്ങളെ തൊള്ളക്ക് അല്ലാഹു ഒരു തകരാറും വരുത്തൂല. 200 കൊല്ലം ജീവിക്കാൻ വയസ്സ് കിട്ടിയ മഹാനാണ് ഈ സ്വഹാബി. 200ാമത്തെ വയസ്സിലും ഒരൊറ്റ പല്ലും കൊഴിഞ്ഞു പോയിട്ടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞിട്ട് കിട്ടിയ ഒരു ഗുണം നോക്ക് നിങ്ങൾ. ഒന്നോ ഇനി അത് എണ്ണിപ്പറഞ്ഞാൽ തീർക്കാൻ കഴിയോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞത് ആരൊക്കെയുണ്ട്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, സ്വഹാബിമാരിൽ വലിയ ബഹുമാനമുള്ള മഹാനല്ലേ. എപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ ബഹുമാനിക്കുന്ന മഹാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പലരും ചോദിക്കലുണ്ട് ആയിഷ ബീവിയോട്, നിങ്ങളെപ്പറ്റി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു പറഞ്ഞ ആ ഖദ്ഫിന്റെ വിഷയത്തിലൊക്കെ കുടുങ്ങിയ ആളല്ലേ, പിന്നെന്താ നിങ്ങൾ ഇത്രത്തോളം ബഹുമാനിക്കാനെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി ഒരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒറ്റ വരി മതി, ഒരൊറ്റ വരി ബൈത്ത് മതി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് എല്ലാവിധ മഗ്ഫിറത്തും കിട്ടാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് അങ്ങനെയാണ്. അതേ ഒരൊറ്റ വരി, ഹാദൽ ബൈത്തു യഗ്ഫിറു ലഹു കുല്ല ഇസ്യാൻ. എന്ത് തെറ്റ് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരൊറ്റ മദ്ഹിന്റെ വരി മതി മഹാനവർകൾക്ക് മാപ്പ് ലഭിക്കാൻ. ഫഇന്ന അബീ വവാലിദഹു വഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ. ഓ നബിയേ, എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ പിതാവും എൻ്റെ അഭിമാനവും തങ്ങളെ അഭിമാനം കാക്കാനുള്ളതാണ്, സുരക്ഷിതമാക്കാനുള്ളതാണ്. ഞാനും എൻ്റെ ബാപ്പയും എൻ്റെ വല്യാപ്പയും ഒക്കെ ജീവിക്കുന്നത് തങ്ങൾക്ക് വേണ്ടിയാണ് നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഈ ഒരൊറ്റ വരി മതി ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് മുഴുവനും മഗ്ഫിറത്ത് കിട്ടാൻ. പിന്നെ ഞാനെങ്ങനെ ബഹുമാനിക്കാതിരിക്കാനാണ്? വറഫഅനാ ലക ദിക്റക, മുഅ്മിനീങ്ങളെ അവിടുത്തെ ദിക്ർ, അവിടുത്തെ പ്രകീർത്തനം നമ്മൾ കൊണ്ട് നടക്കണം. അതിനല്ലേ അല്ലാഹു സ്വലാത്ത് നിർബന്ധമാക്കിയത്, അതിനല്ലേ അല്ലാഹു സ്വലാത്ത് എല്ലാം പറഞ്ഞത്. നിശ്ചിത സമയം പറയാതെ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, അല്ലാഹുവും മലക്കുകളും അതിൽ സംബന്ധിക്കുന്നുണ്ട് എന്ന മഹത്വം പഠിപ്പിച്ചിട്ട് നമ്മളോടും ചൊല്ലാൻ പറഞ്ഞൊരു അമലല്ലേ അത്. അതെത്രമാത്രം മഹത്വമുള്ളതാണ്. അത് ഹബീബായ തങ്ങൾക്ക് സ്വന്തമായി അള്ളാഹു നൽകിയ മഹത്വമല്ലേ. എത്ര നബിമാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. റാസി ഇമാം റളിയല്ലാഹുവിന്റെ വിശദീകരണം ഒന്ന് ഒറ്റടിക്ക് വായിക്കട്ടെ. അംല അൽ ആലമു മിൻ തുബായിക്, ലോകം മുഴുക്കയും തങ്ങളുടെ അനുയായികൾ നിറയും. കുല്ലുഹും യസ്നൂന അലൈഹിക്, എല്ലാവരും തങ്ങളെ പ്രകീർത്തിക്കും. വയസല്ലൂന അലൈക, തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലും. വയഹ്ഫദൂന സുന്നതക, അവിടുത്തെ സുന്നത്തിനെ അവർ കാത്തു സൂക്ഷിക്കും. ഇന്നും മുഅ്മിനീങ്ങൾ സുന്നത്ത് സൂക്ഷിക്കുന്നത് കണ്ടിട്ടില്ലേ, പതിവാക്കുന്നത് കണ്ടിട്ടില്ലേ എന്ന് മാത്രമല്ല, എന്ത് ഫർള് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ടോ കൂടെ ഒരു സുന്നത്തുണ്ടല്ലോ. ഏത് ഫർള് നിസ്കാരത്തിന്റെ കൂടെ ആ സുന്നത്തില്ലാത്തത്? ഏത് ഫർളായ അമലിന്റെ കൂടെയാ സുന്നത്തില്ലാത്തത്? അതുകൊണ്ട് ഫർളിൽ അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കും പോലെ സുന്നത്തിൽ തങ്ങളെ കൽപ്പനക്ക് അവർ അംഗീകരിക്കുന്നു. വജഅൽത ത്വഅതക ത്വഅതി വബൈഅതക ബൈഅതി, അല്ലാഹുവിനോടുള്ള ബൈഅത്ത്, നബിതങ്ങളോടുള്ള ബൈഅത്ത് അല്ലാഹുവിന്റെ ബൈഅത്തും നബിതങ്ങളോടുള്ള അനുസരണ അല്ലാഹുവിന്റെ അനുസരണയുമായി അല്ലാഹു പറഞ്ഞില്ലേ, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, റസൂലുള്ളാഹിക്ക് അനുസരിക്കുന്നവൻ അല്ലാഹു തആലാൻ അനുസരിച്ചവനാണ്. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്, തങ്ങളോട് ബൈഅത്ത് ചെയ്യുന്നവര് അല്ലാഹുവിനോടാണ് ബൈഅത്ത് ചെയ്യുന്നത്. അതേ, ലോകത്തുള്ള രാജാക്കന്മാര് തങ്ങളുടെ അനുയായികളെ വെറുക്കൂല. രാജാക്കന്മാര് മുഴുവനും സ്വീകരിക്കുന്ന അനുയായികൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ സ്വഹാബ കേരളത്തിൽ വന്നപ്പോൾ രാജാക്കന്മാര് സ്വീകരിച്ചില്ലേ?
ഏത് ഭാഗത്ത് ലോകത്ത് പോയി നോക്കൂ, അവിടത്തെ രാജാക്കന്മാര് സ്വഹാബത്തിനെ സ്വീകരിച്ചിട്ടുണ്ട്. അവരെത്ര വലിയ പ്രമാണിമാരും എത്ര വലിയ ധൈര്യമുള്ള ആളുകളാണെങ്കിലും സ്വഹാബത്തിനോടൊരു വിരക്തിയോ വെറുപ്പോ അവർക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് നബിയേ, അള്ളാഹു എങ്ങനെയാ അവിടുത്തെ ദിക്ർ ഉയർത്തുന്നത് എന്നറിയോ? തങ്ങൾ പറഞ്ഞ വചനത്തിന്റെ വാചകങ്ങളുണ്ടല്ലോ, അത് ഖാരിഈങ്ങൾ ഹിഫ്ളാക്കുന്നു. ഹദീസ് ഹിഫ്ളാക്കുന്നത് കണ്ടില്ലേ? ഖുർആൻ ഹിഫ്ളാക്കുന്നത് കണ്ടില്ലേ? വൽ മുഫസ്സിറൂന യുഫസ്സിറൂന മആനി ഫുർഖാനിക്. ഖുർആൻ മുഫസ്സിറുകൾ അങ്ങയുടെ ഖുർആനിന്റെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുന്നു. വൽ വുആദു യബ്ലഗൂന വഅലക. തങ്ങളുടെ ഉപദേശം ഉപദേശകന്മാർ ലോകത്തെത്തിക്കുന്നു. ബലിൽ ഉലമാഉ വസ്സലാത്തീനു യസിലൂന ഇലാ ഖിദ്മതിക. ലോകത്തുള്ള പണ്ഡിതന്മാർ, രാജാക്കന്മാർ തങ്ങളെ ഖിദ്മത്തിന് വേണ്ടി എത്തുന്നു. വയസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക്. തങ്ങളെ ഗേറ്റിന്റെ അപ്പുറത്ത് അവർ സലാം ചൊല്ലുന്നു. ഏതൊരു ഉലമാ ഉണ്ടോ, ഏതൊരു സുൽത്താൻ ഉണ്ടോ, മദീനയിൽ വന്ന് സലാം പറയുന്നു. കഴിഞ്ഞ കാലത്ത് ജീവിച്ച മുഴുവൻ സുൽത്താൻമാരും മദീനയിൽ വന്നിട്ടുണ്ട്. ഹബീബായ തങ്ങളെ വാതിലിന്റെ ഉമ്മരപ്പടിക്കൽ വന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെയോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്. വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗളതിക. തങ്ങളെ റൗളയിലെ മണ്ണെടുത്തവർ മുഖം തടവുന്നു. നബിയെ, നമ്മൾ കണ്ടില്ലേ ചെച്ചിനിയൻ രാജാവ് വിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയിൽ വന്നിട്ട് ഹബീബായ തങ്ങളെ റൗളത്തു ഷരീഫയിലെ ഹുജ്റത്തു ഷരീഫ ചുംബിക്കുന്നതും അതിന്റെ നിലത്ത് കാണുന്ന സുന്ദരമായ പരിശുദ്ധമായ മൺതരികൾ എടുത്തു ചുംബിക്കുന്നതും കണ്ടില്ലേ? ഇപ്പോഴും ദൃശ്യങ്ങളിൽ അത് കാണാമല്ലോ. ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ. അങ്ങയുടെ പേരും പെരുമയും മഹത്വവും അതൊരു കാലത്ത് മാത്രമുള്ളതല്ല, ഖിയാമത്ത് നാൾ വരെ ശേഷിക്കുന്നതാണ്. അത് കൂടുതൽ പറയാനും ഗ്രഹിക്കാനും അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തൗഫീഖ്